ആരെങ്കിലും ഒന്ന് കംപ്രൈസ് ചെയ്ത് കാണിക്കണേ. എല്ലാരെയും കാണിക്കുന്നു. ഓപ്പൺ ചെയ്ത് പറഞ്ഞാലും കുഴപ്പമില്ല. ഓഡിബിൾ ആണല്ലോ? യെസ്, താങ്ക് യു. ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്നത്തെ മോർണിംഗ് എഡ്യൂക്കേഷൻ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ബോഡി റിപ്പയർ. ഞാൻ എന്നെ സ്വയം ഒന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, താങ്ക് യു. എന്റെ പേര് മഞ്ജുഷ. കോട്ടയം ജില്ലയിലെ നീണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് കണക്ട് ആയിരിക്കുന്നത്. വയസ്സ് 45. ഞാൻ നമ്മുടെ ന്യൂട്രീഷൻ പ്രോഗ്രാമിലേക്ക് വന്നിട്ട് ഏകദേശം 4 വർഷമായി. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ആവുമ്പോഴേക്കും കറക്റ്റ് 4 years ID സൈറ്റ് ചെയ്ത് കറക്റ്റ് 4 years ആവും. അപ്പോ ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയത് വളരെ ഒരു മഹാഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. അതായത് നമ്മുടെ ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ പ്രോഗ്രാമിൽ വന്ന് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്ത് ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കാൻ ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് ആദ്യം തന്നെ സർവേശ്വരനോട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ എന്റെ പ്രിയപ്പെട്ട കോച്ചസ് ഓരോരുത്തർക്കും, ജെസി മനോജ് മാഡം, ജ്യോതിബ സാർ ആൻഡ് പിന്നി മാഡം, പ്രതീഷ് സാർ ആൻഡ് സലു മാഡം, സജീവ് ഏട്ടൻ ആൻഡ് പ്രവീണ മാഡം, ആൻഡ് സിസ്റ്റം ലീഡർ രാജ്കുമാർ സാർ ആൻഡ് കവിത മാഡം, നമ്മുടെ കമ്പനി ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ, നമ്മുടെ എല്ലാം കൺകണ്ട ദൈവമായ മാർക്ക് യൂബ് സാറ്, ഇവർക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും സ്നേഹം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ആരംഭിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ബോഡി റിപ്പയർ. അപ്പോ ഈ ഒരു സെഷൻ അപ്പൊ നമ്മള് എല്ലാവരും അക്കാഡമിക്കും അതുപോലെയുള്ള പ്രോഗ്രാമിനൊക്കെ എല്ലാവരും ഒരുമിച്ച് സഞ്ചരിച്ചു വരുമ്പോഴേക്കും നമ്മുടെ ടീമിലുള്ള എല്ലാവരും തമ്മിൽ ഹെർബൽ ലൈഫ് അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് ഒക്കെയാണ് നമ്മൾ വരാറ്. അപ്പോ അതുപോലെ കുറെ എൻജോയ്മെന്റും ഡാൻസും പാട്ടും ചിരിയും കളിച്ചിരിയും ഒക്കെ ആയിട്ടാണ് നമ്മളെല്ലാവരും വരാറ്. അപ്പൊ അങ്ങനെ ഒരു അവസരത്തില് ഇങ്ങനെ നമ്മൾ വരുമ്പോഴേക്കും നമ്മുടെ തന്നെ ടീമിലുള്ള പാമ്പാടി ന്യൂട്രീഷൻ സെന്ററിന്റെ ഓണറും വെൽനസ് കോച്ചുമായിട്ടുള്ള സുരേഷ് ബാബു സാറിന്റെ ഒരു ചെറിയൊരു സജഷനിലാണ് ഞാൻ ഈ ടോപ്പിക് ഇന്ന് സെലക്ട് ചെയ്യുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു പോയിന്റും എനിക്ക് തന്നു. അതായത് സ്റ്റെം സെൽ റിപ്പയർ. അതായത് നമ്മളെല്ലാവരും നമ്മൾ പറയാറുണ്ട് നമ്മൾ ബോഡി റിപ്പയർ നടക്കുന്ന കാര്യം. അപ്പൊ ഇതെങ്ങനെയാണ് നടക്കുന്നതെന്ന് എന്നോട് എനിക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല. അപ്പൊ അദ്ദേഹം തന്നെയാണ് ഈ ഒരു പോയിന്റ് പറഞ്ഞു തന്നത്. സ്റ്റെം സെൽസ്, നമ്മുടെ ശരീരത്തിൽ സ്റ്റെം സെൽസ് ഉണ്ട്. മഞ്ജുഷ പറ്റുമെങ്കിൽ ഒരു ക്ലാസ് എപ്പോഴെങ്കിലും ഒരു സെഷൻ കിട്ടുമ്പോൾ അതിനെ കുറിച്ച് ഒന്ന് പഠിച്ചിട്ട് എലാബറേറ്റ് ചെയ്ത് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതിനോടനുബന്ധിച്ചാണ് ഞാൻ ഇന്ന് ഈ സെഷൻ നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിനും ഫാമിലിക്കും നന്ദി അറിയിക്കുന്നു ഇങ്ങനെ ഒരു ടോപ്പിക് സജസ്റ്റ് ചെയ്തതിന് കൂടിയിട്ട്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് ഇന്ന് സ്റ്റാർട്ട് ആവാം, അല്ലെ, കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും വെയിറ്റ് ലോസ് എന്നുള്ള കാര്യത്തിനാണ് വന്നിരിക്കുന്നതെങ്കിലും, അല്ലെ, വെയിറ്റ് ലോസ് 95% ആൾക്കാരും വെയിറ്റ് ലോസ് എന്നുള്ളൊരു ഉദ്യമത്തിനാണ് നമ്മളുടെ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപൂർവം കുറച്ച് പേര് വെയിറ്റ് ഗെയിൻ എന്നുള്ളൊരു കാര്യങ്ങളും ഉണ്ട്. എന്നിരുന്നാലും ആരും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഇത് കഴിച്ചാല് ഇതൊരു മരുന്നാണെന്നോ, അല്ലെങ്കിൽ ഇത് കഴിച്ചാല് നമ്മുടെ അസുഖങ്ങൾ മാറുമെന്നോ എന്ന് പറഞ്ഞ ഒരാളെയും ഇതുവരെയും ഒരു കോച്ചും ക്ഷണിച്ചിട്ടില്ല, അല്ലെ. അത് എന്താന്ന് വെച്ചാല് ബിക്കോസ് നമ്മുടെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഫുഡ് എന്ന് പറയുന്നത് ന്യൂട്രീഷൻ ഫുഡാണ് ആൻഡ് അതിനനുബന്ധിച്ചുള്ള സപ്ലിമെന്റേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും കാര്യം ഒത്തിരി പേർക്ക് അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് സോൾവ് ആയി കിട്ടുന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ആരെയും നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ സെഷനിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ റീസൺ ഇതാണ്, ഓരോരുത്തരുടെയും ബോഡി റെസ്പോണ്ട് ചെയ്യുന്നത് പല വിധത്തിലായിരിക്കും. ഇപ്പൊ ഒരാൾക്ക് ഡയബറ്റീസ് ക്യൂർ ആയി അല്ലെങ്കിൽ ഫാറ്റി ലിവർ ക്യൂർ ആയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് മറ്റൊരാളെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കാൻ പറ്റില്ല. ബിക്കോസ് ആത്യന്തികമായിട്ട് അവരുടെ ബോഡിയിൽ എന്ത് ഡാമേജ് ആണ് സംഭവിച്ചിരിക്കുന്നതെന്ന് അവർക്കോ നമ്മൾക്കോ ഒരു ഡോക്ടറിനോ നിശ്ചയമില്ലാത്ത പക്ഷം നമ്മൾക്ക് അവരെ ഇത് കഴിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ന്യൂട്രീഷൻ കഴിച്ചാൽ നിങ്ങൾക്ക് ഇന്ന അസുഖം മാറും എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് കോച്ചസ് നമ്മൾ അങ്ങനെ ക്ഷണിക്കരുതെന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ക്ഷണിക്കാം, വെയിറ്റ് ഗെയിൻ എന്ന് പറഞ്ഞിട്ട് ക്ഷണിക്കാം, ഒരു നല്ല ന്യൂട്രീഷൻ ഫുഡ് എന്ന് പറയാം, ഒരു നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം. എന്നാൽ പോലും നമ്മളുടെ ഒരു ഹെൽത്ത് ക്യൂറിങ് ഒരു വലിയൊരു സെഷൻ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ അതൊരു വലിയൊരു ഗെയിൻ ആണെങ്കിൽ പോലും അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. മാം, നമുക്ക് സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്ത് തന്നെ. അപ്പൊ നമുക്കറിയാം, നമ്മളുടെ നിത്യേനയുള്ള ജീവിതത്തിൽ നമ്മള് ഹൈ ഫാറ്റ് ഉള്ള ഡയറ്റും ഡയറ്ററി റെസ്ട്രിക്ഷനും മാൽന്യൂട്രീഷനും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്, അല്ലെ. പക്ഷെ നമ്മൾ ഇതിനെ കുറിച്ചൊന്നും ബോധവാന്മാരല്ല. നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി ഡയറ്ററി റെസ്ട്രിക്ഷൻ ചെയ്യും, അതിനോടനുബന്ധിച്ച് നമ്മൾക്ക് മാൽന്യൂട്രീഷൻ വരുന്നുണ്ട്. ഇതൊന്നും അറിയാതെ നമ്മൾ വിശപ്പ് തോന്നുമ്പോൾ നമ്മൾ കുറെ കാർബോഹൈഡ്രേറ്റും ഫാറ്റും ഉള്ള ആഹാരമൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് എക്സർസൈസ് ഇല്ലാത്തൊരു ജീവിതമാണ്. നമുക്കറിയാം, പണ്ടുള്ള ആൾക്കാർ എല്ലാം അവരുടെ നിത്യ
പല ഉപകരണങ്ങൾ യന്ത്രങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇതൊന്നും നമ്മളിപ്പോ ഇലാബറേറ്റ് ചെയ്തില്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. സ്വിച്ച് ഇട്ടാൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്ന ഒരു ജീവിതാവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള ഒബീസിറ്റിയും ഡയബറ്റീസും എല്ലാം മൂലം ഓരോരുത്തരും കഷ്ടപ്പെട്ടും അല്ലെങ്കിൽ മരുന്നിൽ അഡിക്റ്റഡ് ആയിട്ടാണ് ജീവിക്കുന്നത്. ഇത് തന്നെ ഈ കാരണങ്ങളെല്ലാം തന്നെ നമ്മുടെ എനർജി മെറ്റബോളിസത്തിനെ വളരെയധികം ആൾട്ടർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്നുണ്ട്. ഡെയിലി ആക്ടിവിറ്റീസ് നമുക്ക് പണ്ടുള്ള ആൾക്കാരുടെ അത്രയും ആരോഗ്യം നമുക്കില്ല. അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സിന്റെ ജനറേഷനും നമ്മളും ഒക്കെ ഒരു അൺഹെൽത്തി സിറ്റുവേഷനിലൂടെ പോകുമ്പോൾ അതിന് മുന്നേ ഉള്ളൊരു നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സും അവരുടെ പാരന്റ്സും ആയിട്ടുള്ള ഒരു ജനറേഷൻ വളരെയധികം എനർജറ്റിക് ആയിട്ട് ഒരു 90-100 വയസ്സൊക്കെ ആകുമ്പോഴാണ് അവരൊക്കെ മരിക്കുന്നത് തന്നെ. എന്നാൽ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഏജ് തന്നെ കുറഞ്ഞിട്ടുണ്ട്, മരിക്കുന്ന ഏജ് കുറഞ്ഞിട്ടുണ്ട്. ആകെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ കുറെ മെഡിസിൻസിന്റെ സഹായത്തോടെ ആയുസ് നീട്ടിക്കൊണ്ടുപോകുന്നു എന്ന് മാത്രം. അപ്പൊ നമുക്കറിയാം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. ഈ ആൾട്ടേർഡ് എനർജി മെറ്റബോളിസം അല്ലെങ്കിൽ ഇതെല്ലാം സംഭവിക്കുന്നില്ല, നമ്മുടെ ബ്രെയിനിന്റെ ഫംഗ്ഷൻ തന്നെ ആൾട്ടർ ആവുന്നുണ്ട്. അതായത് കോഗ്നിറ്റീവ് ഫംഗ്ഷൻസ്, അതായത് നമ്മളുടെ കോഗ്നിറ്റീവ് ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ബ്രെയിനിന്റെ ഒരു സംവേദനക്ഷമത, കാര്യങ്ങൾ അപഗ്രഥിക്കാനും ഭാഷ കൈകാര്യം ചെയ്യാനും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് നമ്മളുടെ റിപ്പയറും ഡാമേജ് റിപ്പയറും അതുപോലെ തന്നെ ഓർമ്മശക്തി, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, ഇതെല്ലാം താറുമാറാകുന്നുണ്ട്. ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ സോൾവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇല്ലായ്മ. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒത്തിരി അക്രമങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സംഭവം. അപ്പൊ ഇതിന്റെ എല്ലാം ഒരു വേര് തേടിപ്പോയാലും ഇതൊക്കെ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലും മാൽന്യൂട്രീഷനും അതൊക്കെ തന്നെയാണ് കാരണങ്ങൾ. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഇത് എങ്ങനെയൊക്കെയാണ് പരിഹരിക്കുന്നത്, നമ്മളുടെ പ്രോഗ്രാം നമ്മൾക്ക് എങ്ങനെയാണ്, അത് വലിയൊരു പോയിന്റ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹസ്ബൻഡ് ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തപ്പോ വെയിറ്റ് ലോസ് എന്നൊരു ആസ്പെക്ട് മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. അതിനകത്ത് അദ്ദേഹത്തിന്റെ ബ്ലഡ് റിസൾട്ട്സ് ഫൈനലി ഒരു 14 ദിവസം ഞാൻ ഇവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് വെയിറ്റ് ലോസ് സംഭവിച്ചു, നിങ്ങളുടെ ശരത്തിന് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ അദ്ദേഹത്തെ നെഗറ്റീവ് ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹം എന്റെ ഒരു സങ്കടം കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ബ്ലഡ് റിസൾട്ട്സ് ഷെയർ ചെയ്തപ്പോഴാണ് ഞാൻ ആകെ അസ്റ്റോണിഷ്ഡ് ആയത്. ബിക്കോസ് ഇത്രയും നാൾ 5-6 വർഷമായിട്ട് അബ്നോർമൽ ആയിട്ടിരുന്ന ആൾട്ടേർഡ് ആയിരുന്ന ബ്ലഡ് പാരാമീറ്റേഴ്സ്, എസ്പെഷ്യലി ഡയബറ്റീസ് അല്ലെങ്കിൽ ഹൈ ബ്ലഡ് ഷുഗർ, ബോർഡർ ലൈൻ കൊളസ്ട്രോള്, ഫാറ്റി ലിവർ അസോസിയേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് റിസൾട്ട്സ്, അതായത് ഓൾട്ടേർഡ് ലിവർ എൻസൈംസ്, പിന്നെ ഹൈ BP, സ്ട്രെസ്, ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം അപ്പൊ ആളുടെ പ്രകൃതിയിലും സംസാരത്തിലും ആ ഒരു ഒരു വിധത്തിൽ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ വന്നിട്ടുണ്ട്. കൂടാതെ ഈ ബ്ലഡ് റിസൾട്ടും കൂടെ എന്നെ കാണിച്ചപ്പോഴാണ് എനിക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ പ്രോഗ്രാമിൽ ഒരു വിശ്വാസം വന്നിട്ട് ഞാനും കൂടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് നല്ല ഹെൽത്ത് റിസൾട്ട്സ് എടുത്തത്. അപ്പോ ഇതിനെല്ലാം കാരണം എന്തെന്ന് ഇതുവരെ ഞാനും തിരക്കിയിട്ടില്ല. ഇപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ ക്ലബിലുള്ള നമ്മുടെ കൊളീഗ് അല്ലെങ്കിൽ നമ്മുടെ സഹയാത്രികനായിട്ട് നമ്മുടെ പാമ്പാടി ന്യൂട്രീഷൻ സെന്ററിലെ നമ്മുടെ സുരേഷ് ബാബു ചേട്ടൻ പറയുന്നത് വരെ ഞാനും ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ധാരാളം സ്റ്റെം സെൽസ് ഉണ്ട്. അപ്പൊ നമ്മൾ സ്റ്റെം സെൽസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നമ്മൾ കുറെ നാൾ മുന്നേ നമ്മളൊരു ഒരു ക്യാമ്പയിൻ ഒക്കെ നടന്നു. ഒരു കുഞ്ഞു കുട്ടിയുടെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ 18 കോടി സംഭരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിൽ എല്ലാവരും ഡൊണേറ്റ് ചെയ്തിട്ട് ആ കുഞ്ഞിനെ ആ തുക കണ്ടെത്തി കൊടുക്കുകയും ആ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. അപ്പൊ നമ്മളുടെ ശരീരത്തില് നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ ഒരു സിംഗിൾ സൈഗോട്ട്, അതായത് നമ്മളൊരു ഏക കോശം, അതായത് നമ്മുടെ പാരന്റ്സിന്റെ സ്പേമും മദറിന്റെ എഗ്ഗും തമ്മിൽ ചേർന്ന് നമ്മളൊരു സിംഗിൾ സെൽ എംബ്രിയോ ആയി അത് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് തുടങ്ങി ഒരു ഏകകോശം എന്നുള്ള നിലയിൽ നിന്ന് അതൊരു 2, 4 അങ്ങനെ ജിയോമെട്രിക് 8, 16 അങ്ങനെയുള്ള ജിയോമെട്രിക് പ്രോഗ്രഷനിലേക്ക് അത് പോയി വലിയൊരു ജീവിയായ നമ്മളായിട്ട് പരിണമിച്ചു. അപ്പൊ അങ്ങനെയുള്ള ആ പ്രോസസ്സിൽ ധാരാളം ഈ ഒരു ലെയർ ഓഫ് സെൽസും അതിന്റെ കൂടെ തന്നെ കുറെ സ്റ്റെം സെൽസ് എന്ന് പറയും. ഈ സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ എപ്പോഴും ഉണ്ട്. അതൊരു നിർജീവ അല്ലെങ്കിൽ ഒരു സ്ലീപ്പർ സെല്ല് പോലെ നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ സ്റ്റെം സെൽസ് ആണ് നമ്മളുടെ ശരീരത്തിലുള്ള നമ്മൾ നമ്മുടെ ജീവിതം തുടരുമ്പോഴേക്കും നമ്മളുടെ ഓരോ ടിഷ്യൂസും, ഹാർട്ടിലെ ടിഷ്യൂസ്, ബോൺ ടിഷ്യൂ, കാർട്ടിലേജ്, അതുപോലെ ബ്രെയിൻ സെൽസ്, നെർവസ് ടിഷ്യൂ, മസിൽസ്, ഇതെല്ലാം നിരവധിയായിട്ടുള്ള റിപ്പയർ പ്രോസസ്സിനെല്ലാം വിധേയമാകുന്നുണ്ട്. ഈ റിപ്പയർ പ്രോസസ്സ് സ്ലോ ഡൗൺ ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ ഏജിങ് എന്ന് പറയുന്നത്. അപ്പോഴാണ് നമ്മൾ പ്രായമായ അവസ്ഥയിലേക്ക് നമ്മൾ റിപ്പയർ പിന്നെ തനിയെ ഇപ്പൊ ഒരു വാഹനമായാലും ഒരു പരിധി കഴിയുമ്പോഴേക്കും, ഒരു 15 വർഷം കഴിയുമ്പോഴേക്കും അത് കട്ടപ്പുറത്ത് അല്ലെ എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്റ്റേജ്
എത്തുമ്പോഴാണ് ഈ റിപ്പയർ പ്രോസസ്സ് നിൽക്കുന്നത്. അത് പ്രകൃതിയുടെ ഒരു ഇതാണ്. അതായത് ഒരാൾക്ക് എപ്പോഴും ഒരു മരണം ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു ഇത് പക്ഷെ നമ്മളുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഒക്കെ ഓൾട്ടർ ചെയ്ത് നമ്മൾ ആ റിപ്പയർ പ്രോസസ്സിനെ നമ്മൾ ഏർലി തന്നെ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്ത് തുടങ്ങും. അല്ലെങ്കിൽ കറക്റ്റ് ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിന് കൊടുക്കാതെ നമ്മൾ തന്നെ സ്വയം ഷട്ട് ഡൗൺ ചെയ്യുമ്പോഴാണ്, നമ്മൾക്ക് അറിയാതെയാണ്, നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഈ ഓരോ ഓർഗൻസും സ്ലോലി ഷട്ട് ഡൗൺ ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഈ സ്റ്റെം സെല്ല്? അപ്പൊ അതിനെ സ്വന്തമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും, ഡിഫറൻഷിയേറ്റ് ടു ഡിഫറെന്റ് ടിഷ്യൂസ്. അതായത് ഈ സ്റ്റെം സെൽ എന്ന് പറയുന്ന കോശങ്ങൾക്ക് മറ്റു കോശങ്ങളായിട്ട് വിഭജിച്ച് മറ്റു കോശങ്ങളാവാൻ പറ്റും. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ ഈ സ്റ്റെം സെൽ തെറാപ്പി എന്ന് പറയുന്നത് ഇപ്പൊ ആധുനിക ശാസ്ത്രം വളരെയധികം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്റ്റെം സെൽ തെറാപ്പി എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഈ സ്റ്റെം സെൽ തെറാപ്പിയിൽ നമ്മളുടെ ഈ മൂലകോശങ്ങൾ, അതായത് നമ്മുടെ എംബ്രിയോ, ഒരു ഭ്രൂണം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അംബിലിക്കൽ കോഡ് അല്ലെങ്കിൽ പൊക്കിൾ കൊടി, അതുപോലെ തന്നെ പ്ലാസെന്റ, ആംനിയോട്ടിക് ഫ്ലൂയിഡ്, പ്ലാസെന്റ, എന്തൊക്കെയോ ടിഷ്യൂസ് ഒക്കെ എടുത്തിട്ട് ശീതീകരിച്ച് സൂക്ഷിക്കും. ഭാവിയിൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും രോഗങ്ങൾ വരികയാണെങ്കിൽ അതിനെ ചികിത്സിക്കാൻ അല്ലെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ശീതീകരിച്ച് വികസിത രാജ്യങ്ങളിലൊക്കെ സൂക്ഷിക്കുന്നത്. നമ്മുടെ രാജ്യത്തുണ്ടോ ഞാൻ അത്ര അറിയില്ല, എന്നാലും പറയുകയാണ് അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എല്ലാത്തിനും FDA അപ്രൂവൽ അല്ലെങ്കിൽ എന്താണ് അധികാരികൾ, ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന്റെയും അതുപോലെയുള്ള ഓരോരോ അതാത് രാജ്യങ്ങളുടെ സംവിധാനങ്ങളുടെയും കൺസെന്റ് അല്ലെങ്കിൽ പെർമിഷൻ ഒന്നും കിട്ടിയിട്ടില്ല. ആകെ കൂടെ നമ്മുടെ ഈ പറഞ്ഞ ചികിത്സാ രീതികളിലേക്ക്, ഈ സ്റ്റെം സെൽ തെറാപ്പി എന്നൊക്കെ പറയുന്നതിലേക്ക് ബോൺ മാരോ, അതായത് എല്ലിൽ നിന്ന് അല്ലെങ്കിൽ മജ്ജയിൽ നിന്ന് എടുക്കുന്ന ഈ മൂലകോശങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സയ്ക്കാണ് ആകെ ഒരു അപ്രൂവൽ കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇതൊന്നും നടന്നില്ല എങ്കിലും നമ്മുടെ ശരീരത്തിന് അതിന് ഒരു കണ്ടീഷൻ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, നമ്മുടെ ബോഡിക്ക് സ്വയം റിപ്പയർ ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി അത് സ്വയം ചെയ്തുകൊള്ളും എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കാവുന്നത്. അടുത്തൊരു ഫിഗർ എന്ന് കാണിക്കാം അമ്മ. ഇത് സെയിം ഫിഗർ തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ്, ഞാൻ എപ്പോഴും ചിന്തിച്ചു എങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാമിൽ വന്നിട്ട് വെയിറ്റ് ലോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ വന്നിട്ട് ഒരാള് ഓഫ്കോഴ്സ് കാലോറി മാനേജ്മെന്റ് ആണ്, ഓഫ്കോഴ്സ് ന്യൂട്രീഷൻ കഴിക്കുന്നുണ്ട്, അത് അന്നേരത്തെ വിശപ്പിനെ അന്നേരത്തെ ഇതിനെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ നമ്മൾ ന്യൂട്രീഷൻ ഒക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് നമ്മളുടെ സിസ്റ്റത്തിൽ വന്നിട്ട് ഓരോരുത്തരും, ഞാൻ ഇപ്പൊ ഹസ്ബൻഡ് ഈ പ്രോഗ്രാം എന്നെ ഈ റിസൾട്ട് ഒക്കെ കാണിക്കുന്നതിന് മുന്നേ പ്രോഗ്രാമിൽ ഒരു 700 പേര്, ഇന്നത്തെ പോലെ 250 ഒന്നുമല്ല, അന്ന് 700 പേരൊക്കെ ഒരു മോർണിംഗ് എഡ്യൂക്കേഷൻ സെഷനിലുള്ള ഒരു സമയത്ത് അന്നേരം ഇങ്ങനെ ആൾക്കാർ ഇരിക്കുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ചുമ്മാ ആൾക്കാർ വെറുതെ ഇരിക്കുകയാണ്. നമ്മുടെ നാട്ടില് എന്താണ് ഒരു പാർട്ടി, രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടിക്കൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ 500 രൂപയും ബിരിയാണിയും കൊടുത്താല് ആൾക്കാർ വരും. അങ്ങനെയുള്ളൊരു നാടാണ് നമ്മുടേത്. അപ്പൊ അങ്ങനെ പൈസ കൊടുത്തിട്ടായിരിക്കും ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഞാൻ തർക്കിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ റിസൾട്ട് കാണുന്നതിന് മുന്നേ കേട്ടോ. അദ്ദേഹത്തിന് ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞു. ഞാനാണ് ഇന്ന് ഇവിടെ ഇരുന്നിട്ട് നിങ്ങളുടെ ഒപ്പം ഇരുന്നിട്ട് സംസാരിക്കുന്നത്. അപ്പൊ അതൊക്കെയാണ് കാലം കാലം കാത്തു വെച്ചിരുന്നിരിക്കുന്നൊക്കെ പറഞ്ഞാല് കാലം നമ്മളെ കൊണ്ടുപോകുന്നത് അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ക്ഷമിച്ച് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകുന്നിടത്താണ് നമ്മളും വിജയിക്കുന്നത്. അല്ലെങ്കിൽ ആ ക്ഷമ എന്നുള്ളൊരു പോയിന്റിലാണ് നമ്മളും അതിനൊരു ക്ഷമ നമ്മൾ കാണിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒരാൾ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും നമ്മൾ സ്ക്രീൻ ഇട്ട് നമ്മൾ ഷട്ടർ ഇട്ടാല് നമ്മൾ അതിൽ നിന്ന് കട്ടായി. അപ്പൊ എന്താണ് ഒരു സ്റ്റെം സെൽ? ഇതാണ്. അപ്പൊ സ്റ്റെം സെൽ എന്ന് പറയുന്നത് നമ്മുടെ മൂലകോശങ്ങൾ, ശരിയെന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ മാം, അതായത് നമ്മുടെ ബോൺ മാരോയിലൊക്കെ ഉള്ള അതിന് സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ഇൻഫ്ലമേഷനെ കുറയ്ക്കാൻ പറ്റും, സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും, ഇൻഫ്ലമേഷനെ കുറയ്ക്കാൻ കഴിവുണ്ട്, അപ്പോപ്ടോസിസ് അല്ലെങ്കിൽ സെൽ ഡെത്തിനെ പ്രിവെന്റ് ചെയ്യും. സെൽ ഡെത്ത് എന്നുള്ളത് ആവശ്യം തന്നെയാണ്, പക്ഷെ എന്നാൽ അനിയന്ത്രിതമായിട്ട് ഒരു സെൽ ഡെത്തും സംഭവിക്കാതിരിക്കാനായിട്ട് അതിനൊരു നിയന്ത്രണം വേണം. ഇപ്പൊ നമ്മൾക്ക് ക്യാൻസർ കോശങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴേക്കും ആ ക്യാൻസർ കോശങ്ങളൊക്കെ മരിച്ചു തന്നെ പോകണം, അല്ലെങ്കിൽ നശിക്കപ്പെട്ടു പോകണം. പക്ഷെ അതും ഒരു അനിയന്ത്രിതമായിട്ട് നല്ല കോശങ്ങളൊക്കെ നശിച്ചു പോയാൽ നമ്മുടെ ജീവന് തന്നെ അപകടമാണ്. അപ്പൊ അത് ഉണ്ടാവണം. അതുപോലെ തന്നെ നേരത്തെ ഫിഗറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മെമ്മറി ചെയ്താൽ, അല്ലെങ്കിൽ ഇത് തന്നെ നോക്കിയാൽ മതി. ഈ സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് അതിന് ഒരു മൂലകോശത്തിന് ഡിഫറെന്റ് സെൽസ് ആയിട്ട് പരിണമിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ് ഈ സ്റ്റെം സെൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നേരത്തെ ഫിഗർ ജസ്റ്റ് ഒന്ന് എടുത്താലേ ഞാൻ ഒന്നും കൂടെ പറയാം. മസിൽസ്, ബോണ്, ഫാറ്റ്, കാർട്ടിലേജ്, ഇതെല്ലാം ഈ സ്റ്റെം സെൽസ് അല്ലെ നമ്മളുടെ ഈ പറഞ്ഞ ബോൺ മാരോയിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ മസിൽസിലും നമ്മുടെ ബോണിലും ഫാറ്റ് സെൽസിലും കാർട്ടിലേജിലും ഒക്കെ ഈ സ്റ്റെം സെൽസ് ധാരാളം ഉണ്ട്. നമ്മള് ജനിച്ച സമയത്തുള്ള പ്രിമിറ്റീവ് സെൽസ്, സ്റ്റെം സെൽസ്, അതായത് 2 ടൈപ്പ് ഉണ്ട്. അതായത് എംബ്രിയോണിക്കും സൊമാറ്റിക്കും. എംബ്രിയോണിക് എന്ന് പറയുന്നതാണ്
ആ ഭ്രൂണാവസ്ഥയിലുള്ളത്, അതായത് അംബിലിക്കൽ കോഡിലും അല്ലെങ്കിൽ പൊക്കിൾ കൊടിയിലും ആംനിയോട്ടിക് ഫ്ലൂയിഡിലും ഒക്കെ ഉള്ളതാണ് ആ എംബ്രിയോണിക് സ്റ്റെം സെൽ എന്ന് പറയുന്നത്. അതിന്റെ ഒപ്പം തന്നെ സൊമാറ്റിക് സ്റ്റെം സെൽസ്, അതായത് നമ്മുടെ മറ്റു അവയവങ്ങളിലോ കോശങ്ങളിലോ അല്ലെങ്കിൽ മസിൽസ് പോലെ അല്ലെങ്കിൽ കാർഡിയാക് ടിഷ്യൂ പോലെ അല്ലെങ്കിൽ ബോൺ പോലെ അല്ലെങ്കിൽ ഫാറ്റ് ടിഷ്യൂ പോലെ ഒക്കെയുള്ള അവയവങ്ങളിലും ഒക്കെ ധാരാളം ഈ സ്ലീപ്പർ സെൽസ് അല്ലെങ്കിൽ സ്റ്റെം സെൽസ് ഉണ്ട്. അപ്പൊ ഇവരെയൊക്കെ ഒന്ന് ഉത്തേജിപ്പിച്ചു കൊടുത്താല് സ്വയമായിട്ട് അത് റിപ്പയർ ചെയ്തുകൊള്ളും നമ്മുടെ ശരീരത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ബോഡി. ആ പോയിന്റിലാണ് ഈ പറയുന്ന നമ്മളുടെ ഓരോ പ്രോഗ്രാമിലും ലാസ്റ്റ് റിസൾട്ട് പറയുന്ന ആൾക്കാരും റിസൾട്ട് പറയുമ്പോൾ അവർ പറയും എനിക്ക് ഇന്ന പ്രോബ്ലമിന് സൊല്യൂഷൻ കിട്ടി അല്ലെങ്കിൽ ഇന്ന ഫാറ്റി ലിവർ എനിക്ക് ക്യൂർ ആയെന്നൊക്കെ പറയുന്നത്. ഈ റിപ്പയർ വർക്ക് നമ്മളറിയാതെ നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഈ റിപ്പയർ വർക്ക് നമ്മുടെ ടിഷ്യൂസ്, നമ്മുടെ ഓർഗൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന മൂലകോശങ്ങൾ സ്റ്റെം സെൽസ് നമ്മൾക്ക് വേണ്ടി ചെയ്തു തരുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഈ പറയുന്ന റിലീഫ്, ഈ പറയുന്ന രോഗങ്ങളിൽ നിന്നൊക്കെ റിലീഫ്. അല്ലാതെ ഇവിടെ ഒരു ട്രീറ്റ്മെന്റോ തെറാപ്പിയോ ഒന്നും നടക്കുന്നില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ആദ്യമായിട്ട് വന്ന ആൾക്കാർ ഈ ഒരു ഷേക്ക് കുടിക്കുമ്പോഴേക്കും ഇങ്ങനെ അങ്ങ് എല്ലാവരും അങ്ങ് എഴുന്നേറ്റ് ഓടുവല്ലേ? അല്ല, അതിനൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മളോട് പ്രോപ്പർ എക്സർസൈസ് പറഞ്ഞിട്ടുണ്ട്, പ്രോപ്പർ വാട്ടർ ഇൻടേക്ക് പറഞ്ഞിട്ടുണ്ട്, ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് പോലെ കൃത്യമായ ഇടവേളകളിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. നേരത്തെ നമ്മൾ ഒരു പാക്കറ്റ് ചിപ്സ് അങ്ങ് പൊട്ടിച്ചിരുന്നിട്ട് ഇവിടെ മുന്നിലിരുന്ന് അങ്ങ് കഴിച്ചു, തോന്നിയ പോലെ കഴിച്ചു, പിന്നെ അടുത്ത സാധനം തോന്നിയ പോലെ കഴിച്ചു. അങ്ങനെയല്ല, നമ്മൾ കുറെ കൃത്യമായ ഒരു ടൈം റെസ്ട്രിക്ഷനിലാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്. ന്യൂട്രീഷൻ ഫുഡ് ആയാലും നമ്മുടെ ഉച്ചയ്ക്കുള്ള ലഞ്ച് ആയാലും ഈവനിങ് ഷേക്ക് ആയാലും സപ്ലിമെന്റ്സ് എല്ലാം ഒരു കൃത്യമായ ഇടവേളകളിലൊക്കെയാണ്. അപ്പൊ നമ്മുടെ ബോഡിക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ടൈം, റിപ്പയറിനുള്ള ടൈമും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഒരു ഗുഡ് സ്ലീപ്പ്, അല്ലെ, നമ്മൾ നല്ല കൃത്യമായിട്ട് ഉറങ്ങാനും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഓൾഡർ ചെയ്യുന്നതനുസരിച്ചാണ് പലർക്കും വ്യത്യസ്തമായ റിസൾട്ട്. ചിലർ 1.5 മാസത്തിൽ റിസൾട്ട് എടുക്കും, ചിലർ ഒത്തിരി നാൾ കഴിഞ്ഞെടുക്കും. അപ്പൊ ഈ സ്റ്റെം സെൽ തെറാപ്പിന്റെ ഒരു ഇതാണ്. അപ്പൊ ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഫാറ്റ് സെൽസിനെ യൂസ് ചെയ്തിട്ട്, ഫാറ്റ് സെൽസിലും നമ്മുടെ സ്റ്റെം സെൽസ് ഉണ്ട്, ഈ ഫാറ്റ് സെൽസിനെ യൂസ് ചെയ്തിട്ടാണ് സ്റ്റെം സെൽ തെറാപ്പി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും എല്ലാത്തിനൊന്നും അപ്രൂവൽ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ബോൺ മാരോ ഉപയോഗിച്ചിട്ടുള്ള സ്റ്റെം സെൽ റിപ്പയർ ആണ് FDA അപ്രൂവൽ ഒക്കെ കിട്ടിയിട്ട് ഇപ്പോഴും ഓരോ രാജ്യത്തും പ്രാക്ടീസ് ചെയ്യുന്നത്. അല്ലാതെയുള്ള ചികിത്സാ രീതികളൊന്നും അല്ലെങ്കിൽ സ്റ്റെം സെൽ തെറാപ്പി ഓൺഗോയിങ് പ്രോസസ് ആണ്, റിസർച്ച് ഓൺഗോയിങ് ആണ്. അവിടെയാണ് നമ്മൾക്ക് നമ്മുടെ ന്യൂട്രീഷൻ പ്രോഗ്രാമിൽ വന്നിരിക്കുന്ന ഭാഗ്യവാന്മാരായ എല്ലാവർക്കും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ബോഡി റിപ്പയർ ചെയ്ത് കിട്ടുന്നത് എന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സ്ലൈഡ് ഒന്ന് കാണിക്കാം മാം. ഡിസീസസ് ട്രീറ്റഡ് വിത്ത് സ്റ്റെം സെൽ. ഇത് ഏതെങ്കിലും രാജ്യങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പല്ല, എങ്കിലും ഇല്ലെന്നാണ് എനിക്കറിയുന്നത്. പക്ഷെ ഇതൊക്കെയാണ് സാധ്യത എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. അതായത് സ്പൈനൽ കോഡിന് വന്ന ഡാമേജ്, അതായത് ഇതിന് തൊട്ട് മുന്നത്തെ ഒരു സ്ലൈഡാണ്, സ്പൈനൽ കോഡിന് വന്നിരിക്കുന്ന ഡാമേജ്, ആക്സിഡന്റ് മൂലമോ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ മൂലം സ്പൈനൽ കോഡിന് വരുന്ന ഡാമേജ്, അതുപോലെ അൽഷിമേഴ്സ് ഡിസീസ്, മറവി രോഗം, അതായത് നമ്മുടെ ന്യൂറോൺസ് ഒക്കെ നശിച്ചു പോയിട്ടുള്ള ഡിസീസസ് ട്രീറ്റഡ് ബൈ സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഫിഗർ ഉണ്ട് മാം. 7ാമത്തെ സ്ലൈഡാണ്, അതിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് റിലേറ്റഡ് ഇഷ്യൂ, ഇത് കഴിഞ്ഞിട്ടുള്ളത്, ഇതും കഴിഞ്ഞ് സ്റ്റെം സെൽ തെറാപ്പി കഴിഞ്ഞ് 6 കഴിഞ്ഞ് 7ാമത്തത്. ആ ഫുഡിന്റെ ഒരു സ്ലൈഡ് ഉണ്ട്, അതിന് തൊട്ട് മുന്നേയുള്ള സ്ലൈഡ് ഒരു ഫുഡിന്റെ പിക്ചർ കാണിച്ചിട്ടുണ്ട്, കുറെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതിന് തൊട്ട് മുന്നേയുള്ള ഫിഗറാണ്. ഓക്കെ, നോ പ്രോബ്ലം. ഏതായാലും ഡയബറ്റിസ്, ഹാർട്ട് റിലേറ്റഡ് ഡിസീസ്, ഹാർട്ട് ഫെയിലിയർ, ഇതിനൊക്കെയാണ് സ്റ്റെം സെൽ തെറാപ്പി വെച്ചിട്ട് ട്രീറ്റ്മെന്റ് ഉണ്ട് എന്ന് ശാസ്ത്രലോകം പറയുന്നത്. പക്ഷെ ഒരു രാജ്യത്തും അത് അത്ര അങ്ങോട്ട് അപ്രൂവ്ഡ് അല്ല. ബോൺ മാരോ വെച്ചിട്ടുള്ളതാണ്. ബോൺ മാരോ, അതായത് ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ചില ലുക്കീമിയ പോലത്തെ അസുഖങ്ങൾ, അങ്ങനത്തെ ഉള്ളതിനൊക്കെയാണ് ഈ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്നൊക്കെ പറഞ്ഞൊക്കെ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിലൊക്കെയാണ് അത് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത്. എല്ലാ ഫീൽഡിലേക്കും അത് എത്തിയിട്ടില്ല. ഓക്കെ, അപ്പൊ അവിടെയാണ് നമ്മുടെ ന്യൂട്രീഷന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ ഈ സ്റ്റെം സെൽസ്, ഈ പറയുന്ന സ്റ്റെം സെൽസ് നമ്മുടെ കിഡ്നിയിലും നമ്മുടെ ജെനറ്റൽ ഓർഗൻസ്, ലിവർ, ഹാർട്ട്, ലങ്സ്, ബ്രെയിൻ, ഇതെല്ലാമായിട്ട് പരിണമിക്കാൻ അല്ലെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യാൻ പറ്റിയ സ്റ്റെം സെൽസ് ഇറങ്ങിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, വേറൊരു രീതിയിൽ പറഞ്ഞാല്, നമ്മളൊരു വീട് പണിത് നമ്മൾ റെഡിയാക്കി, നമ്മൾ താമസിക്കാനായിട്ട് സജ്ജമാക്കി, നല്ല എല്ലാ ഫിറ്റിംഗ്, ലൈറ്റിങ്ങും പ്ലംബിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മൾ സജ്ജമാക്കി നമ്മൾ താമസിക്കാൻ തുടങ്ങുകയാണ്. താമസിച്ച ഒരു വർഷം വരെ ഒന്നും നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, എല്ലാം നല്ല ഇതിലേക്ക് പോകും. പക്ഷെ നമ്മൾ ആ വീട് പണി ഇപ്പൊ പണ്ടത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ വീട് പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് കുറച്ച് സിമെന്റ് ബാക്കി വരും, കുറച്ച് മെറ്റൽ ബാക്കി വരും, കുറച്ച് ചരല് ബാക്കി വരും, കുറച്ച് കെട്ടുന്ന ഇരുമ്പ് കമ്പി ബാക്കി വരും, ഇലക്ട്രിക്കൽ സാധനങ്ങൾ, പ്ലംബിംഗ് സാധനങ്ങൾ, കുറച്ച് എന്തെങ്കിലുമൊക്കെ കുറെ സാധനങ്ങളൊക്കെ ബാക്കി. ഇതൊന്നും നമ്മൾ പൊതുവെ ബുദ്ധിയുള്ളവരാണെങ്കിൽ അതൊന്നും കളയില്ല. അതൊക്കെ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്റ്റോർ റൂമിലോ അല്ലെങ്കിൽ പുറത്ത് ബാക്ക് യാർഡിലോ എവിടെയെങ്കിലും ഒക്കെ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടാവും. എന്നിട്ട് എന്തെങ്കിലും ഒരു പാച്ച് വർക്ക് വരുമ്പോഴേക്കും നമ്മൾ ആളെ വിളിച്ചിട്ട് ഇത് റിപ്പയർ ചെയ്യും, ഇല്ലേ? അങ്ങനെയാണ് സ്വാഭാവികമായിട്ടല്ലേ.
അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തും അതുപോലെ നമ്മളുടെ ശരീരത്തുള്ള ഈ റിസർവ് ആയിട്ടിരിക്കുന്ന ഈ പറഞ്ഞ സിമെന്റും കല്ലും മണ്ണും ഒക്കെ ഇങ്ങനെ റിസർവ് ആയിട്ട് നമ്മൾ പണി കഴിഞ്ഞ് ബാക്കി വെച്ചിരിക്കുന്ന ആ കോശങ്ങളെയാണ് നമ്മൾ സ്റ്റെം സെൽ, അതായത് മിക്കവാറും എല്ലാ ഓർഗൻസിലും ഉണ്ട്. അപ്പൊ അതിൽ തന്നെ ഫാറ്റ് സെൽസ് ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് സ്റ്റെം സെൽസ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തില് നമ്മളുടെ ഒബിസിറ്റി മൂലം നമ്മൾ ഈ പറഞ്ഞ ഫാറ്റ് ഒക്കെ അടിച്ചു കയറ്റി കുറെ കാർബോഹൈഡ്രേറ്റ്സും കഴിച്ച് അണ്ടർ വെയിറ്റ് ആയാലും ഫാറ്റ് പെർസെന്റേജ് കൂടുതലുള്ളവരുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ശരീരത്തില് ആ സെല്ലിന്റെ കോമ്പോസിഷൻ തന്നെ വേരി ചെയ്ത് നമ്മൾ നിർത്തിയിരിക്കുമ്പോഴേക്കും ഈ കോശങ്ങൾക്കൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ സ്റ്റെം സെൽസിന് കയറി ആക്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ റിപ്പയർ നടത്തി കൊടുക്കാൻ പറ്റില്ല. അവിടെയാണ് നമ്മൾ രോഗാവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോ എപ്പോഴും നമ്മൾ അതിനൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത്, അതായത് നമ്മുടെ എന്താണ് റിപ്പയർ ഒക്കെ ചെയ്ത്, അതായത് നമ്മുടെ കാലറി ഒക്കെ മാനേജ് ചെയ്ത് നമ്മുടെ ഫാറ്റിനെ ഒക്കെ കുറച്ച് നമ്മൾ ആ സെൽസിന് വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിനൊപ്പം അപ്പൊ നമ്മൾ കാലറി മാനേജ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ വെയിറ്റ് കുറയുന്നുള്ളൂ. അതായത് ഫാറ്റ് ഒക്കെ ഉരുകിപ്പോയി നമ്മൾ വെയിറ്റ് കുറഞ്ഞു, ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ വെയിറ്റ് കുറഞ്ഞു, ഓക്കെ ആള് ഭംഗിയായിട്ടുണ്ട്, വെയിറ്റ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഡിസീസ് ക്യൂർ ആയി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ക്ലെയിം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാനും പറയുന്നുണ്ട് എന്റെ യൂറിക് ആസിഡ് ക്ലിയർ ആയി. അപ്പൊ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഇത്രയും ആളും ചിന്തിച്ചില്ല. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാണ് സയന്റിഫിക്കലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ഈ സ്റ്റെം സെൽസിന് വേണ്ട ന്യൂട്രീഷൻ സപ്ലൈ ചെയ്താൽ ഇവർ ഇത് ചെയ്തോളും, നമ്മൾ വേറൊരു ട്രീറ്റ്മെന്റും വേണ്ട. അപ്പൊ അവിടെയാണ് ഈ പ്രോഗ്രാമിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ എല്ലാവരും ചോദിക്കും ഈ പ്രോഗ്രാം ഇത് വെയിറ്റ് ലോസ് എത്ര നാൾ ചെയ്യണം എന്ന് ചോദിക്കും. ഈ എത്ര നാൾ ചെയ്യണം എന്ന് ചോദിച്ചിട്ട് അപ്പൊ ചിലർ പറയും ഒരു 3 മാസമൊക്കെ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഒരു 6 മാസം ചെയ്യേണ്ടി വരും, നിങ്ങളുടെ ഇതുപോലെ ഇരിക്കും. അത് കഴിഞ്ഞാൽ എങ്ങനെ ഇത് നിർത്തിയാൽ മതി എന്നുള്ളൊരു എന്നുവെച്ചാൽ പ്രോഡക്റ്റ് ഭയങ്കര വിലയാണ്, ഇത് കഴിഞ്ഞിട്ട് ഇത് എങ്ങനെയാലും ഒന്ന് നിർത്തിയാൽ മതി. എപ്പോ നിർത്താൻ പറ്റും? നമ്മൾ ഒരിക്കലും ഒരു ഡോക്ടറോട് ഇത് എപ്പോ നിർത്താൻ പറ്റും എന്ന് ചോദിക്കില്ല. അപ്പൊ ഡോക്ടർ പറയും നിങ്ങൾ ഈ മെഡിസിൻ ലൈഫ് ലോങ് കഴിക്കണം എന്ന് പറഞ്ഞാൽ സന്തോഷം, ലൈഫ് ലോങ് കഴിക്കാൻ നമ്മൾ റെഡിയാണ് അല്ലെ. ഒരു മെഡിസിൻ ലൈഫ് ലോങ് മെഡിസിൻ ഉണ്ടല്ലോ, നമ്മൾ റെഡിയാണ്. അപ്പൊ കഴിച്ച ആ ഗുളിക വായിലിട്ടിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങിയാൽ മതി. അപ്പൊ നമ്മൾ ഹാപ്പിയാണ്, ആ മെഡിസിൻ കിട്ടിയാൽ മതി, എവിടെന്നെങ്കിലും നമുക്ക് ഡെയിലി കിട്ടിക്കൊണ്ടിരുന്നാൽ മതി മെഡിസിൻ, അപ്പൊ നമ്മൾ ഹാപ്പിയാണ്. പക്ഷെ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത ഒരു വ്യക്തിയോട് നിങ്ങൾ ലൈഫ് ലോങ് ഇത് കഴിക്കണം എന്ന് പറഞ്ഞാല് അവര് നെറ്റ് ചുളിക്കും, ഒരു അങ്ങ് വളയും. ഇതെന്താണ്, അതെന്തിനാണ് അങ്ങനെ? അതെന്തിനാണെന്നാണ് നമ്മൾ ഇപ്പൊ ഇങ്ങോട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മുടെ ബോഡിക്ക് വേണ്ടത് ഡെയിലി ന്യൂട്രീഷൻ ആണ്. നെക്സ്റ്റ് സ്ലൈഡ് ഒന്ന് കാണിക്കാമോ? അതായത് നെക്സ്റ്റ് സ്ലൈഡ്, ഫുഡ്സ് ദാറ്റ്, യെസ് ഇത് തന്നെ, ഫുഡ്സ് ദാറ്റ് പ്രൊമോട്ട് സ്റ്റെം സെൽ ഹെൽത്ത്. ഇത് ഒന്ന് എൻലാർജ് ചെയ്ത് കാണിക്കാൻ പറ്റുമെങ്കിൽ നല്ലായിരുന്നു. അപ്പൊ നമുക്കറിയാം ഇത് ഈ കാണിച്ചിരിക്കുന്ന കുറെ പഴങ്ങളും പച്ചക്കറികളും പ്രോട്ടീൻ അടങ്ങിയ ആഹാരവും മുട്ടയും അതും ഇതുപോലെയൊക്കെ കുറെ സാധനങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ടല്ലേ. ശരിയാണ്, ഇതെല്ലാം നമ്മൾക്കറിയാം. ഈ കാര്യങ്ങളൊക്കെ കഴിച്ചാൽ, അതായത് ആന്റി ഓക്സിഡൻസ്, വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ, നമുക്കറിയാത്തതൊന്നുമില്ല. ഇതെല്ലാം കഴിച്ചാൽ നമുക്കെല്ലാം നല്ല കൃത്യമായിട്ട് നമ്മുടെ ബോഡി നമ്മൾക്ക് ചെയ്യും. നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ് മുതൽ ഒരു അംഗനവാടി മുതൽ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചെന്നാൽ വരെ അവിടെ പോസ്റ്റർ എഴുതി വെച്ചിട്ടുണ്ട് ന്യൂട്രീഷൻ, വൈറ്റമിൻസ്, മിനറൽസ്, ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ നമ്മൾക്ക് തെറ്റിപ്പോയത് എന്താണ്? അതിന്റെ അളവാണ്. നമുക്കിത് എത്ര അളവിൽ ഡെയിലി കഴിക്കണം എന്നോ, ഇത് എങ്ങനെ കഴിക്കണം എന്നോ, ഈ കാലറി കൂട്ടാതെയും ഒക്കെ നമ്മൾ എങ്ങനെ കഴിക്കണം എന്നോ ഇതൊന്നും നമുക്കറിയില്ല. അവിടെയാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്ട്സിന്റെ, നമ്മുടെ ഫുഡിന്റെ ഇമ്പോർട്ടൻസ്. ഒരു മനുഷ്യ ശരീരത്തിന് വേണ്ട രീതിയിൽ കൃത്യമായ അളവിൽ, ഇപ്പൊ ഒരു ഷെയ്ക്കില് നമ്മളോട് പറഞ്ഞിരിക്കുന്ന, നമുക്ക് മനോജ് സാർ ക്ലാസ് എടുത്ത് പറഞ്ഞു, 2 ഷേക്ക് മേറ്റ്, 1 പ്രോട്ടീൻ, 3 ഫോർമുല 1 അല്ലെ, 3 ഫോർമുല 1 ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ്. അപ്പൊ ഇത് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഷേക്ക് ഉണ്ടാക്കുക. ആ ഒരു ഷേക്കിൽ നമുക്ക് മിനിമം ആ ഒരു നേരത്തേക്ക് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് നമുക്കുള്ളത് കാലറി. നമ്മളുടെ വിശപ്പിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനും, നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഫുഡ് സ്കിപ്പ് ചെയ്യും. ആ സ്കിപ്പ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ന്യൂട്രിയൻസും കൂടെ കട്ട് ചെയ്ത് മാൽ ന്യൂട്രീഷനിലേക്കാണ് പോകുന്നത്. ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷേക്ക് കഴിക്കുന്നത് അല്ലെ, 2 ടൈം നമ്മൾ ഷേക്ക് കഴിക്കുന്നത്. അതിന് ഉച്ചയ്ക്ക് നല്ല നല്ല കാലറി ഉള്ളൊരു, നല്ല കാലറി കുറഞ്ഞ കുറെ ന്യൂട്രിയൻസ് ഉള്ള ഒരു ഫുഡ് നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നേരത്തെ കാണിച്ച പിക്ചറിലുള്ള ന്യൂട്രിയൻസിനെ കുറിച്ച് എല്ലാം നമ്മൾ നല്ല ബോധവാന്മാരാണ്, നമുക്കെല്ലാം അറിയാം. പക്ഷെ നമ്മൾക്ക് തെറ്റിപ്പോയത് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഇതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ കുറെ ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആർക്കും ഒരു വെയിറ്റ് ലോസും നടന്നിട്ടില്ല. അവിടെയാണ് നമ്മളുടെ പ്രോഗ്രാമിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ ഇതെല്ലാം നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. അതെ, ഞാൻ ജസ്റ്റ് ഒരു സ്ലൈഡ് ഇട്ടേ ഉള്ളൂ. മിനറൽസ് വേണം, കൃത്യമായ എമൗണ്ടിൽ കാർബോഹൈഡ്രേറ്റ്സ് വേണം, ഫാറ്റ്സ് വേണം, വൈറ്റമിൻസ് വേണം, പ്രോട്ടീൻസ് വേണം, ഓഫ് കോഴ്സ് വാട്ടർ വേണം, ഹൈഡ്രേഷന് വാട്ടർ വേണം. ഇതെല്ലാം വളരെ വളരെ എസെൻഷ്യൽ ആണ്. ഇതിന്റെ അളവാണ് നമുക്കറിയാം. അപ്പൊ നമ്മളുടെ പ്രോഗ്രാമില്, നമ്മളുടെ പ്രോഡക്ട്സില്, നമ്മുടെ ഫുഡ് അല്ലെങ്കിൽ ന്യൂട്രീഷൻ പ്രോഡക്ട്സില് നമ്മൾക്ക് വേണ്ടി നമ്മളുടെ സയന്റിസ്റ്റുമാർ, അതായത് നോബൽ പ്രൈസ് വിന്നേഴ്സ് അടങ്ങിയിട്ടുള്ള ന്യൂട്രീഷൻ അഡ്വൈസറി ബോർഡിലുള്ള സയന്റിഫിക് ടീം നമ്മൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്നത് ഈ കൃത്യമായ അളവാണ്. അതായത് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ഡെയിലി വേണ്ട കൃത്യമായ അളവാണ് നമ്മൾക്ക് ഡിസൈൻ ചെയ്തത്. അപ്പൊ ആ 2 ടൈം ഷേക്ക്
അത് മാത്രം മതിയോ? പ്ലസ് അഡീഷണൽ സപ്ലിമെന്റ്സ്. ഇപ്പൊ ആദ്യമായിട്ട് വന്ന് ജോയിൻ ചെയ്തിരിക്കും. ഇപ്പൊ ഇന്ന് നമ്മുടെ മാരത്തോൺ സ്റ്റാർട്ടിംഗ് ഡേ ആണ് ജൂലൈ 1. അപ്പൊ ഇന്നിപ്പോ ആദ്യമായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് പ്രൈസ് മണിയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുള്ള ആൾക്കാരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഈ ഷേക്ക് മാത്രം കുടിച്ചിട്ട് ഒരു ഗ്രീൻ ടീ ഉണ്ട് അതും കൂടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസ്. ഓഫ് കോഴ്സ് അതൊക്കെ നടക്കും. ഗ്രീൻ ടീ കുടിച്ചാലും നമ്മുടെ ഷേക്ക് കഴിച്ചാലും വെയിറ്റ് ലോസ് ഒക്കെ നടക്കും, നമുക്ക് പ്രൈസ് മണിയൊക്കെ കിട്ടും. പക്ഷേ നമ്മൾക്ക് ഇതൊന്നും കൂടാതെ നമ്മൾക്ക് കുറെ അഡീഷണൽ സപ്ലിമെന്റ്സ് ഉണ്ട്. അവിടെയാണ് നമ്മൾക്ക് അതിന്റെ ഇമ്പോർട്ടൻസ്. ആ അഡീഷണൽ സപ്ലിമെന്റ്സ്, അതായത് മൾട്ടി ഫോർമുല 2, മൾട്ടി വിറ്റാമിൻ, ഒമേഗ 3, അതുപോലെ തന്നെ സെൽ ആക്ടിവേറ്റർ, ഹെർബൽ കൺട്രോൾ, അങ്ങനെ ഒത്തിരി. അപ്പൊ പുതിയതായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങളുടെ കോച്ചസിനോട് ചോദിക്കണം, ഇത് എന്താണ് ഈ പറഞ്ഞത്? ഷേക്ക് മാത്രമല്ലേ നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞത്? അതല്ലല്ലോ, വേറെ കുറെ സാധനം ഉണ്ടല്ലോ, ഞങ്ങൾക്കത് താ എന്ന് പറയണം. അപ്പൊ ആ പറയുന്ന സാധനങ്ങളൊക്കെ എന്താണ് അത് പിന്നീടുള്ള, ഇന്നിപ്പോ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് തീരില്ല. ഇനിയുള്ള ക്ലാസ്സുകളിൽ ഇപ്പൊ ഡെയിലി എഡ്യൂക്കേഷൻ സെഷൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നതിന്റെ കാര്യമാണ് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് ഓരോരോ പ്രോഡക്ട്സിനെ കുറിച്ചൊക്കെ ഓരോരുത്തർ ഡിസ്കസ് ചെയ്ത് തരുന്നതാണ്. അപ്പൊ ആ പറയുന്ന സപ്ലിമെന്റേഷനും എല്ലാം അപ്പൊ നമ്മൾക്ക് കൃത്യമായ ഒരു ഇപ്പൊ മൾട്ടി വിറ്റാമിൻ അല്ലെങ്കിൽ ഒരു ഒമേഗ 3 ഇതെല്ലാം നമ്മൾ 2 അല്ലെങ്കിൽ 3 നേരമായിട്ടാണ് കഴിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മളുടെ ബോഡിയിൽ വേണ്ട അളവിൽ, കൃത്യമായിട്ട് അളവിൽ, ഇപ്പൊ ഒരു 3 മൾട്ടിവിറ്റാമിൻ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് 3ഉം കൂടെ രാവിലെ ഉച്ചയ്ക്കും മറന്നുപോയി, വൈകുന്നേരം 3 മൾട്ടിവിറ്റാമിൻ എടുത്ത് കഴിച്ചു, ഒരു പ്രയോജനമില്ല. നമ്മൾ കൃത്യമായിട്ട് മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് ഈ 3 നേരമായിട്ടാണ് കഴിക്കാൻ പറഞ്ഞത്. എന്താ വെച്ചാൽ നമ്മുടെ ബോഡി അതിനനുസരിച്ചാണ് അബ്സോർബ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ബോഡിയിൽ പരിധിയിൽ കൂടുതൽ, ഇപ്പൊ നമ്മളൊരു സപ്പോസ് നമ്മളൊരു എന്തെങ്കിലും ഓഫ്കോഴ്സ് ഒരു സിനിമ കാണാൻ പോകാനിരിക്കും, ഭയങ്കര ഹിറ്റായ ഒരു സിനിമ കാണാൻ പോകാനിരിക്കും. അവിടെ ടിക്കറ്റ് തീർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഗേറ്റിൽ എത്ര കുട്ടി വിളിച്ചിട്ടൊന്നും കാര്യമില്ല, അവരവിടെ തുറന്നു തരില്ല ഇല്ലേ. അപ്പൊ ആവശ്യത്തിന് ആൾക്കാർ കയറി കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യും, ഗേറ്റ് ക്ലോസ് ചെയ്യും. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ വൈറ്റമിനും മിനറലും ഒക്കെ നമ്മൾ കഴിക്കുമ്പോൾ ശരത്തിനുള്ളിൽ ആവശ്യത്തിന് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഗേറ്റ് ക്ലോസ് ചെയ്യും, പിന്നെ അത് ചെന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായ എമൗണ്ടിൽ രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് 3 നേരം 3 ടാബ്ലറ്റ്സ് കഴിക്കണം. 90 ടാബ്ലറ്റ്സ് ഇതില്ല, 90 ആണെങ്കിൽ 90 ടാബ്ലറ്റ്സ് 3 ടൈംസ് എ ഡേ, 60 ടാബ്ലറ്റ്സ് ഉള്ളത് 2 ടൈംസ് എ ഡേ, 30 ടാബ്ലറ്റ്സ് ഉള്ളത് 1 ടൈം എ ഡേ, അങ്ങനെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കൃത്യമായ ഇടവേളകളിലും കൂടെ കൊടുത്താൽ മാത്രമേ നമ്മുടെ ബോഡിക്ക് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവിടെ വേണ്ട, നിങ്ങൾ വരേണ്ട, അതുകൊണ്ട് വെറുതെ നമ്മൾ കഴിച്ചത് ഫിക്കൽ മാറ്ററിലൂടെ പോകും, മലത്തിലൂടെ വെറുതെ വേസ്റ്റ് ആയിട്ട് പോകും. അപ്പൊ അവിടെയൊക്കെയാണ് നമ്മുടെ പ്രോഗ്രാം കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ ഈ മാരത്തോൺ കോച്ചസ് നമുക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്, ഇതിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾക്ക് ഉറപ്പാക്കാനും അതുപോലെ തന്നെ കോച്ചസിനും കൂടെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് മാരത്തോൺ എന്ന് പറയുന്ന ഈ ഓഫ്കോഴ്സ് കമ്പനി നമുക്ക് പ്ലെയർ ബോട്ടായിട്ട് സെറ്റ് ചെയ്ത് തന്നിട്ട് ഒരു ആർക്കും എപ്പോഴും സൗകര്യമായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മൾ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന കൃത്യമായ രീതിയിൽ നമ്മൾ ഇത് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ ഒരു കോച്ചിന് ആ ഷേക്കിനുള്ള ഇൻഗ്രീഡിയൻസ് അങ്ങ് തന്നിട്ട് ഓക്കെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു, ഒന്ന് കലക്കി കുടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയാൽ മതി. പക്ഷെ അതല്ല, ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഞാൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തപ്പോൾ, മാരത്തോണൊക്കെ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ഇഷ്ടമുള്ളത് പോലെയാണ് ഷേക്ക്. എന്റെ പണികളൊക്കെ കഴിഞ്ഞ് സൗകര്യത്തിനാണ് ഞാൻ ഷേക്ക് കുടിച്ചിരുന്നത്. രാത്രി 8:30 ആവും, ചിലപ്പോൾ 9 മണിയൊക്കെയും, രാവിലെ അതുപോലെ ചിലപ്പോൾ രാവിലെ 9-10 മണിയൊക്കെയും. അപ്പൊ അവിടെ നമ്മുടെ ടൈം ഒക്കെ തെറ്റിപ്പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടില്ല. അപ്പൊ ആ ടൈമിംഗ് ഒക്കെ ഒന്ന് കറക്റ്റ് ആക്കാനും വാട്ടർ ഇൻടേക്ക് കൃത്യമാക്കാനും ഓഫ്കോഴ്സ് നമ്മൾ അഡീഷണൽ സപ്ലിമെന്റ്സ്, നമ്മൾ ശരത്തിന് വേണ്ടുന്നതായിട്ടുള്ള അഡീഷണൽ സപ്ലിമെന്റ്സ് എന്തിനാണ്? ഈ പറഞ്ഞ സ്റ്റെം സെൽ റിപ്പയർ അല്ലെങ്കിൽ ടിഷ്യൂ റിപ്പയർ, സ്റ്റെം സെൽസിനെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഈ ടിഷ്യൂ റിപ്പയർ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അഡീഷണൽ സപ്ലിമെന്റ്സ് കഴിക്കുന്നത്. അപ്പൊ ചിലപ്പോ ചിലർ വിചാരിക്കും നമുക്ക് ഇതൊന്നും ആവശ്യമില്ല, ഫൈബർ അത് ഫാറ്റി ലിവർ ഉള്ളവർക്ക്, ബീറ്റ ഹാർട്ട് അത് കൊളസ്ട്രോൾ ഉള്ളവർക്ക്, അല്ലെങ്കിൽ നൈറ്റ് വർക്ക്സ് അത് കാർഡിയാക് പ്രോബ്ലംസ് ഉള്ളവർക്ക്, വിമൻസ് ചോയ്സ് അതെന്തെങ്കിലും മെൻസ്ട്രൽ പ്രോബ്ലംസ് ഉള്ളവർക്ക്. അങ്ങനെയാണ് നമ്മൾ പൊതുവിൽ വിചാരിക്കുന്നത് ഇതെന്തോ അസുഖത്തിന് വേണ്ടി കഴിക്കുന്ന സപ്ലിമെന്റ്സ്. എന്നാൽ അങ്ങനെയല്ല. എല്ലാ സപ്ലിമെന്റ് നിങ്ങളുടെ കോച്ചസിനോട് ചെയ്യണം. ഫുൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ സീനിയർ കോച്ചസിനെ പോലെ ആരോഗ്യവാന്മാരായിട്ടും ഹെൽത്തി ആയിട്ടും ഈ പറഞ്ഞ ബോഡി റിപ്പയർ, ഈ സ്റ്റെം സെൽസ് റിപ്പയർ ചെയ്ത് ബോഡി റിപ്പയർ നടന്ന് നമ്മൾ ഏജിങ്ങിലേക്ക് പോകാതെ നമ്മൾ എപ്പോഴും നല്ല യൗവനയുക്തരായിട്ട്, ഇപ്പൊ 50 വയസ്സുള്ള ഒരാളെ കണ്ടാൽ ഒരു 30 വയസ്സ് നമ്മുടെ സീനിയർ കോച്ചസിനെ പോലെ തോന്നിക്കുന്ന ഒരു സീനിയർ കോച്ചായിട്ട് നിങ്ങൾക്ക് ഇരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഈ സ്റ്റെം സെൽ റിപ്പയർ അല്ലെങ്കിൽ സ്റ്റെം സെൽസിനെ റിപ്പയർ ചെയ്യാനുള്ള മൂലകോശങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള പല പാർട്സിലുള്ള ഈ സ്റ്റെം സെൽസിനെ ആക്ടിവേറ്റ് ചെയ്ത് നമ്മുടെ ഓർഗൻസിനെയൊക്കെ എപ്പോഴും സംരക്ഷിച്ചു കൊടുക്കാൻ വേണ്ടുന്നതായിട്ടുള്ള റിപ്പയർ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും.
അതിനൊക്കെയാണ് നമ്മുടെ സിസ്റ്റത്തിലെ നമ്മുടെ ലീഡേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സയന്റിസ്റ്റുമാര് ഇത്രയധികം സപ്ലിമെന്റ്സ് നോക്കൂ. ഓരോ വർഷവും പുതിയ ഇപ്പൊ നമുക്ക് സ്ലീപ് ടീ അല്ലെ, സ്ലീപ് ടീ ഇറങ്ങിയിട്ടുണ്ട്. ഓരോ വർഷവും പുതിയ ഫ്ലേവേഴ്സും പുതിയ സപ്ലിമെന്റ്സും ഒക്കെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾക്ക് എന്താണ്, നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട, നമ്മൾ ഇതിന്റെ സയന്റിഫിക് ബേസിസ് ഒന്നും തിരക്കി പോകണ്ട, നമ്മൾ ഇതിന്റെ ഗവേഷണങ്ങളൊന്നും ചെയ്യണ്ട. നമ്മൾ ചുമ്മാ അത് വാങ്ങിച്ചാൽ മതി, കോച്ചിനോട് പറഞ്ഞിട്ട്. അല്ലെ നമ്മളുടെ ഐഡിയ ഉള്ള ആൾക്കാരാണെങ്കിൽ ഐഡിയ എടുത്തിട്ട് അത് വാങ്ങിച്ചത് എങ്ങനെയാ കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിച്ചാൽ മതി. നമ്മൾ വേറെ ഒന്നും ചെയ്യണം. നമ്മളിത് അകത്തെത്തിക്കുക എന്നുള്ളൊരു പരിപാടി, കൃത്യമായിട്ട് അകത്തെത്തിക്കുക എന്നുള്ളൊരു പരിപാടി മാത്രം ചെയ്തത്. സിമ്പിൾ ആസ് ദാറ്റ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഏജിങ് പ്രോസസ്സിനെ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ ബോഡിയെ നമ്മൾ റിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഇതിൽ എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ അല്ലാത്തടത്തോളം ഇപ്പൊ ഇതിന് പുറത്ത് വെളിയിലുള്ള ആൾക്കാർ പ്രോഡക്റ്റിനെ കുറിച്ചും പ്രോഗ്രാമിനെ കുറിച്ചും ഊഹാപോഹങ്ങളെല്ലാം, ഇപ്പൊ ഞാനും അങ്ങനെയായിരുന്നു, ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിനെ കുറിച്ച് കേട്ടിട്ടേ ഇല്ല. അപ്പൊ നമ്മളും ഇതുപോലെ തന്നെ ഊഹാപോഹങ്ങളിൽ പെട്ടുപോയി. ഇത് തടി കുറയ്ക്കാൻ എന്തോ ഒരു പൊടി കലക്കി കുടിക്കുന്നു. ഈ പൊടി കലക്കി കുടിച്ചിട്ട് എന്ത് കിട്ടാനാണ്? എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ശരീരത്തിന്. അകത്തുള്ള ഓർഗൻസ് ഒക്കെ എന്തോ തകരാറ് സംഭവിച്ച് കുടുങ്ങിപ്പോയി. ഞാൻ അങ്ങനെ വിചാരിച്ചത്. സ്കാൻ ചെയ്യാൻ പോണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച കരഞ്ഞ ഒരു ദിവസമാണ് അദ്ദേഹം എന്റെ ബ്ലഡ് റിസൾട്ട് എടുത്ത് കാണിച്ചത്, ഹസ്ബൻഡ്. അന്നാണ് എന്റെ എന്താണ് ദൈവം അനുഗ്രഹിച്ച ഒരു ദിവസം. അത് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ ഇന്നും ഈ പ്രോഗ്രാമിനെയും പ്രോഡക്റ്റിനെയും എതിർത്തുകൊണ്ടിരുന്നേനെ. ബിക്കോസ് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായി, ഇനി എപ്പോഴെങ്കിലും സുനാമി പോലെ തിരിച്ചടിക്കും എന്ന് ഞാനും പറഞ്ഞു. അപ്പൊ ആ ബ്ലഡ് റിസൾട്ട് കണ്ടതാണ് എനിക്ക് ലക്കായത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാവണം. ഇപ്പൊ ഞാൻ നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് ഓരോരുത്തരുടെ ഡിസ്കസ് ചെയ്യുമ്പോഴേക്കും ഓരോരുത്തരും ഒത്തിരി നെഗറ്റീവ്സ് നമ്മൾ പറയാം. നമ്മൾ ക്ഷമാപൂർവ്വം കേട്ടിരിക്കാൻ നിർവാഹമുള്ളൂ. ബിക്കോസ് ഞാനും ഒത്തിരി നെഗറ്റീവ്സ് പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പൊ ചിലർ പറയും പ്ലാസ്റ്റിക് ടിന്നാണ്. പ്ലാസ്റ്റിക് ടിന്നിലാണ് വരുന്നത്. പ്ലാസ്റ്റിക് ടിന്നാണെങ്കിൽ എന്താണ്? നമ്മളത് പറയുമ്പോൾ നമ്മളൊരു പ്രോബ്ലം അല്ലെങ്കിൽ നമ്മളൊരു തെറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്കൊരു സൊല്യൂഷൻ കാണാനായിട്ട് നമുക്ക് പറ്റണം. നമുക്ക് അതിനൊരു സൊല്യൂഷൻ കാണാൻ പറ്റിയ ഒരു സയന്റിസ്റ്റ് കൂടി ആയിരിക്കണം നമ്മൾ. പ്ലാസ്റ്റിക് ബോട്ടിലാണ്, ഈ പ്ലാസ്റ്റിക് ബോട്ടിലാണെന്ന് പറയുന്ന ആൾക്കാർ ഞാൻ പറയാം, നമ്മള് എന്താണ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡ്രിപ്പ് ഒക്കെ ഇട്ട് കിടക്കും അല്ലെ, എന്തെങ്കിലും അസുഖമൊക്കെ വന്നിട്ട്, പനിയൊക്കെ വന്നിട്ട്, അല്ലെങ്കിൽ സോഡിയം ഒക്കെ കുറഞ്ഞിട്ട് പോയിട്ട് നമ്മൾ ഡ്രിപ്പ് ഇട്ട് കിടക്കും. നമ്മൾ ഒരിക്കലും ചോദിച്ചിട്ടില്ല, സിസ്റ്ററെ ഈ ഗ്ലൂക്കോസിന്റെ ബോട്ടിൽ പ്ലാസ്റ്റിക് അല്ലേ, നമ്മൾ ഒരിക്കലും ചോദിച്ചിട്ടില്ല. ചോദിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കാത്തത്. പക്ഷെ ഇവിടെ നമ്മൾ ചോദിക്കും, ഹെർബലൈഫിന്റെ പ്രോഡക്റ്റ് പ്ലാസ്റ്റിക് ടിന്നിലല്ലേ എന്ന് നമ്മൾ ചോദിക്കും. അത് നമ്മൾ അങ്ങനെയാണ്, ബിക്കോസ് അതങ്ങനെയാണ് എല്ലാവരും. അതുപോലെ തന്നെ ഇപ്പൊ എന്റെ ഒരു കസ്റ്റമർ, ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും നമ്മുടെ ഷേക്ക് ബോട്ടിൽസ്, അതായത് നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ ഫോർമുല 1-ഉം ഷെയ്ക്ക് മേറ്റും ടിന്നെടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ അത് ഷെയ്ക്ക് ചെയ്യണം. അത് നന്നായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമല്ല, ഡെയിലി അല്ല, ഓരോ നേരം മോർണിംഗ് ഷേക്ക് എടുക്കുമ്പോഴും ഈവനിങ് ഷേക്ക് എടുക്കുമ്പോഴും അതിനകത്ത് പല ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പൊ അത് ഈ ഭാരമുള്ള ഇൻഗ്രീഡിയൻസ് പോയിട്ട് സെറ്റിൽ ചെയ്യും. അപ്പൊ അത് ഷെയ്ക്ക് ചെയ്തെടുക്കണം. ഷെയ്ക്ക് മേറ്റും ഷെയ്ക്ക് ചെയ്യണം. ബിക്കോസ് അതിനകത്ത് വൈറ്റമിൻ ഡി, കാൽഷ്യം ഒക്കെ ഉണ്ട്. കാൽഷ്യം ഒക്കെ പോയിട്ട് സെറ്റിൽ ചെയ്യും. ഫോർമുല 1-ലും കാൽഷ്യം ഉണ്ട്, കാൽഷ്യം പോയിട്ട് സെറ്റിൽ ചെയ്യും. പ്രോട്ടീൻ പൗഡർ കുലിക്കാലും നമുക്കറിയാം ഭയങ്കര ഫൈൻ പൗഡറാണ്. അത് പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ. സോയാബീന്റെ പ്രോട്ടീനും കുറച്ച് അത് കട്ട പിടിക്കാതിരിക്കാനുള്ള കുറച്ച് സോയും കോൺ സ്റ്റാർച്ചൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഷെയ്ക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഷെയ്ക്ക് ചെയ്യാനും പറ്റില്ല. ഭയങ്കര ഫൈൻ പൗഡറാണ്. ഫൈബറും ഒറ്റ ഇൻഗ്രീഡിയന്റ് ആണ്. പിന്നെ അതിനെ കുറച്ച് സ്റ്റെബിലൈസ് ചെയ്യാൻ കുറച്ച് സാധനങ്ങൾ, അതും അതൊരു മൾട്ടി ഇൻഗ്രീഡിയന്റ് അല്ല, ഫൈബർ കൂടുതൽ, അതും ഷെയ്ക്ക് ചെയ്തില്ലേ. അതായത് പ്രോട്ടീനും ഫൈബറും ഷെയ്ക്ക് ചെയ്തില്ലേലും വലിയ പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ ഫോർമുല 1-ഉം ഷെയ്ക്ക് മേറ്റും നിർബന്ധമായിട്ട് നിങ്ങൾ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് വേണം എടുക്കണം എന്ന് പറഞ്ഞു. കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെന്താ, കാൽഷ്യം കൂടെ അതും മര്യാദക്ക് ഒന്ന് പൊടിച്ചാൽ എന്താ എന്നല്ല, അത് ഇത്രയും വലിയ സയന്റിസ്റ്റുമാരാണെങ്കിൽ അതും കൂടെ മര്യാദ, അതായിരുന്നു ചോദ്യം. ലോകത്ത് ഓരോടത്തും ഞാൻ പറയാം, ഓരോ വസ്തുക്കൾക്കും ഓരോ പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പൊ ഇരുമ്പിന് ഇരുമ്പിന്റേതായ പ്രോപ്പർട്ടി ഉണ്ട്, കാൽഷ്യത്തിന് കാൽഷ്യത്തിന്റേതായ പ്രോപ്പർട്ടി ഉണ്ട്. ഇരുമ്പ് ഒരിക്കലും നമുക്ക് വെള്ളത്തിൽ പൊങ്ങി കിടക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റില്ല. എത്ര പൊടിച്ചാലും ഈ ഇരുമ്പിന്റെ തരികൾ ഒരിക്കലും വെള്ളത്തിൽ പൊങ്ങി കിടക്കില്ല അല്ലെ. അതുപോലെ തന്നെ കാൽഷ്യത്തിനും ഭാരമുണ്ട്. കാൽഷ്യം എത്ര പൊടിച്ച് ഫൈനാക്കിയാലും അത് താഴെ പൊങ്ങി കിടക്കത്തില്ല വെള്ളത്തിലോ ഒരു ഇതിലോ. അപ്പൊ ആ കാൽഷ്യം, അപ്പൊ ഈ നമ്മുടെ ഫോർമുല 1-ൽ അടങ്ങിയിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ കാൽഷ്യത്തിന് വെയിറ്റ് കൂടുതലാണ്. അപ്പൊ ആ കാൽഷ്യത്തിന്റെ തരികൾ താഴെ പോയി സെറ്റിൽ ചെയ്യും. അപ്പൊ നമ്മൾ ഒരു ഷേക്ക് നമ്മൾ കഴിക്കുമ്പോൾ ഡെയിലി നമുക്ക് ആ ന്യൂട്രീഷൻസ് മുഴുവൻ കിട്ടണം. അപ്പൊ കാൽഷ്യം എൻഡ് ഓഫ് ദ ടിന്നിന്റെ എൻഡിൽ പോയിട്ട് കിട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് കോച്ചസ് നമ്മളോട് പറയുന്നത്, ഡെയിലി നിങ്ങൾ ഓരോ തവണ ഷേക്ക് ക്ലബിൽ ഷേക്ക് കുടിക്കുന്നവർക്ക് കുഴപ്പമില്ല, കോച്ചസ് അതിനെ കുറിച്ച് വിജിലന്റ് ആണ്, അറിയാവുന്നതുകൊണ്ട് അവരാണ് ഷേക്ക് പ്രിപ്പയർ ചെയ്ത് തരുന്നത്, നോ പ്രോബ്ലം. പക്ഷെ വീട്ടിൽ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് പോയിട്ട് ഷേക്ക് കുടിക്കുന്ന ആൾക്കാർ തനിയെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള മൈന്യൂട്ട് പോയിന്റ്സ് നമ്മൾ ശ്രദ്ധിക്കണം. പറഞ്ഞിരിക്കുന്നത് എന്താണോ അത് കൃത്യമായിട്ട് അതുപോലെ തന്നെ ഫോളോ ചെയ്താലേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഷേക്ക് ചെയ്യാൻ പറയുമ്പോൾ കൃത്യമായിട്ട് അത് ഷേക്ക് ചെയ്യണം. ടിന്ന് ഷേക്ക് ഞാൻ പറയുന്നത് വെള്ളം ഒഴിച്ചതിന് ശേഷം ഷേക്കർ ബോട്ടിൽ കുലുക്കണം എന്നല്ല, അല്ലെങ്കിൽ മിക്സിയിൽ അടിക്കുന്ന കാര്യമല്ല പറയുന്നത്.
നമ്മുടെ ടിന്നുകൾ ആ ഫോർമുല 1ഉം ഷേക്ക് മേറ്റും നന്നായിട്ട് കുലുക്കി എടുക്കണം, നന്നായിട്ടൊന്ന് മിക്സപ്പ് ചെയ്യണം. എന്നിട്ട് അത് പറക്കാത്ത ഇതിലെ അടപ്പിലൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടി ജസ്റ്റ് ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് വേണം അത് പതുക്കെ മെല്ലെ തുറന്ന് ആ ഇൻഗ്രീഡിയൻസ് 3 സ്കൂപ്പും 2 സ്കൂപ്പും ഒക്കെ എടുക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ കാൽഷ്യം ഒക്കെ താഴെ സെറ്റിൽ ചെയ്തിരിക്കും, നമുക്കത് കിട്ടില്ല നമ്മുടെ ഷേക്കിലൂടെ. അപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് എന്റെ ഒരു കസ്റ്റമർ പറയാണ്, അത്ര വലിയ സയന്റിസ്റ്റുമാരാണെങ്കിൽ അത് കുടിച്ചുകൂടെ. അപ്പൊ നമുക്ക് അങ്ങനെയുള്ളവരെ നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ നമ്മള് ഓഫ്കോഴ്സ് നമ്മൾ അതിന് ഉത്തരം പറയാതിരിക്കുകയാണ് നല്ലത്. ബിക്കോസ് അതെങ്ങനെയാണ്, കാൽഷ്യം എന്ന് പറയുന്നതും അയൺ എന്ന് പറയുന്നതും ഭാരമുള്ള എലമെന്റ്സ് ആണ്, അല്ലെങ്കിൽ മിനറൽസ് ആണ്. അതൊരിക്കലും ഭാരമില്ലാത്തൊരവസ്ഥയിലേക്ക് ആക്കാൻ ലോകത്ത് ഒരു ശാസ്ത്രജ്ഞനും പറ്റില്ല. അപ്പൊ അതാണ്. അപ്പൊ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ കോച്ചസ് പറയുമ്പോ അതുപോലെ തന്നെ ഉൾക്കൊണ്ടിട്ട് നമ്മൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്താലും നമ്മൾ ഔട്ടാണ്. അത്രേ ഉള്ളൂ. നമ്മൾ അത് ഉൾക്കൊണ്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ നമ്മളിപ്പോ റിസൾട്ട് പറയാൻ ആൾക്കാർ വരും, ആരെങ്കിലും ഒക്കെ റെഡി ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതുപോലെയുള്ള നമുക്ക് ഒത്തിരി റിസൾട്ട്സ് കിട്ടും. പിന്നെ ചിലർ പറയുന്നത് എന്നോട് എല്ലാം കേട്ടിരുന്നിട്ട് എല്ലാം ഒക്കെയാണ് കൊള്ളാം എല്ലാം കൊള്ളാം, പിന്നെ എല്ലാം കൊള്ളാം, പക്ഷേ ഇത് ഈ മൾട്ടിനാഷണൽ കമ്പനിയാണ്, ഞങ്ങൾ മൾട്ടിനാഷണൽ കമ്പനിക്ക് എതിരാണെന്ന് പറയും. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ഒന്ന് ചിന്തിക്കണം. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ മൾട്ടിനാഷണൽ കമ്പനിയാണ്. നമ്മളത് പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻസ്, പാരസിറ്റമോൾ മുതൽ ആന്റിബയോട്ടിക്സ് വരെ ഉപയോഗിക്കുന്ന, ഇത്രയും നാളെ നമ്മൾ ഉപയോഗിച്ചിരുന്ന മെഡിസിൻസ് നമ്മൾ ഏത് മൾട്ടിനാഷണൽ കമ്പനിയാണെന്ന് നോക്കാതെയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഹെർബലൈഫിന്റെ കാര്യം പറയുമ്പോൾ മാത്രം നമ്മൾ മൾട്ടിനാഷണൽ കമ്പനിയാണ്, ഞങ്ങൾ ഇതിനെതിരാണ്, മൾട്ടിനാഷണൽ കമ്പനിക്ക് ഞങ്ങൾ എതിരാണ് എന്ന് പറഞ്ഞിട്ട് ചിലര് ഇതിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ ഇത് ആളെ ചേർക്കുന്ന പരിപാടി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്റെ ഫ്രണ്ട്സ്. നമ്മുടെ ഫ്രണ്ട്സിനെ ആകുമ്പോ നമ്മളോട്ട് എന്തും തുറന്നു പറയാലോ, അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ ആകുമ്പോ ഇത് ആളെ ചേർക്കുന്ന പരിപാടി എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങൾ ആളെ ചേർക്കണ്ട, നിങ്ങൾക്ക് കസ്റ്റമർ ആയിട്ടിരിക്കാലോ. ആളെ ചേർക്കാനൊന്നും ആരും പറയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാം, ഇല്ലേ? ഇപ്പൊ ഞാൻ നേരത്തെ വരുമ്പോഴേക്കും നമ്മൾ 2021 ഞാൻ ജോയിൻ ചെയ്യുമ്പോ ഒറ്റ ഐഡിയ ഉള്ളൂ, ഹെർബലൈഫ് ഐ ഡി, അങ്ങനെ ഒറ്റ ഐഡിയ ആണ്. ഇപ്പോഴാണ് കമ്പനി കസ്റ്റമർ ഐ ഡി അല്ലെങ്കിൽ പ്രിഫേർഡ് കസ്റ്റമർ, ബിസിനസ് ചെയ്യാൻ താല്പര്യം, മറ്റുള്ളവരോട് പറഞ്ഞ് ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അസോസിയേറ്റ് ഐ ഡി എന്ന് പറഞ്ഞിട്ട് അസോസിയേറ്റ് രണ്ട് സെക്ഷൻ ആക്കിയിട്ട് പിന്നീടാണ് കമ്പനി അങ്ങനെ ആക്കിയത്. അപ്പൊ നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറയാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട. നിങ്ങൾക്ക് നിങ്ങൾ നല്ല വെൽത്തിയാണ്, നിങ്ങൾക്ക് ധാരാളം പൈസ ഉണ്ട്, നിങ്ങൾക്ക് ഇത് അഫോർഡബിൾ ആണ്, എല്ലാ സപ്ലിമെന്റ്സും ഒരു 10,000 രൂപ കൊടുത്ത് ചെയ്യാമെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങൾക്ക് ലൈഫ് ലോങ് കഴിക്കാൻ ആരും തടസ്സപ്പെടുത്തില്ല. അപ്പൊ അതിന് പ്രിഫേർഡ് കസ്റ്റമർ ഐ ഡീസ് ഉണ്ട്. അല്ല, നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളൊരു നല്ല മനസാക്ഷിയുള്ള ആളാണ്. ഇപ്പൊ എനിക്ക് ഈ റിസൾട്ട് കിട്ടിയപ്പോ എനിക്ക് ആരോടൊക്കെ പറയണമെന്ന് എനിക്കറിയില്ല. അതല്ലേ ഇതിനകത്തൊരു നമുക്ക് നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോ കമ്പനി നമുക്ക് കുറെ ബെനിഫിറ്റ്സും എമോളിമെന്റ്സ് ഒക്കെ തരുമെന്നൊന്നും വിചാരിച്ചിട്ടോ മനസ്സിലാക്കിയിട്ടോ അല്ല, ഞാനിത് എല്ലാവരുടെ അടുത്തും അങ്ങ് പറഞ്ഞു തുടങ്ങി. എന്റെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ഫാമിലി മെമ്പേഴ്സിനോട് എല്ലാവരോടും പറയും. അപ്പൊ പലർക്കും അറിയോ ഞങ്ങളിത് കഴിച്ചിട്ടുണ്ട്, എനിക്കൊരു പ്രയോജനം, അങ്ങനെ പറഞ്ഞവരും ഉണ്ട്. അപ്പൊ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പ്ലാനിനെ എതിർത്തുകൊണ്ട് ഇത് നേരിട്ട് ഇവിടെ മാർക്കറ്റിൽ, സൂപ്പർ മാർക്കറ്റിലും അല്ലെങ്കിൽ റേഷൻ കടയെന്ന് പറഞ്ഞില്ല ഭാഗ്യത്തിന്, സൂപ്പർ മാർക്കറ്റിലും അതുപോലെ വേറെ എവിടെയെങ്കിലും ഒക്കെ മെഡിക്കൽ ഷോപ്പിലൊക്കെ വിറ്റ് തുടങ്ങട്ടെ, അന്നേരം കഴിക്കാമെന്ന് പറഞ്ഞ ആൾക്കാർ ഒരിക്കലും ചരിത്രത്തിൽ ഒരിക്കലും സൂപ്പർ മാർക്കറ്റിലോ മെഡിക്കൽ ഷോപ്പിലോ ഹെർബലൈഫ് പ്രോഡക്ട്സ് അവൈലബിൾ ആയിരിക്കില്ല. ബിക്കോസ് സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കുന്ന സെയിൽസ്മാൻ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ മരുന്ന് കടയിൽ ഇരിക്കുന്ന ആ വ്യക്തി നമ്മളെ വിളിച്ചിട്ട് വെള്ളം കുടിച്ചോ, ഷേക്ക് കഴിച്ചോ, ഉച്ചയ്ക്ക് എന്ത് കഴിച്ചു, ആഹാരം, വെയിറ്റ് എത്ര കുറഞ്ഞു, ഒന്നും ചോദിക്കില്ല, ഫോളോ അപ്പ് ചെയ്യില്ല. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി തന്നിട്ട് എല്ലാവരും വെയിറ്റ് ഇടും, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി തന്നിട്ട് നിങ്ങൾക്ക് പ്രൈസ് മണി ഒന്നും അവർ ഡിക്ലെയർ ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും കമ്പനീന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ തന്നെ പോകത്തുള്ളൂ, ബിസിനസ് ടു ബിസിനസ് മാർക്കറ്റിംഗിൽ പോകത്തില്ല, അല്ലെങ്കിൽ ഡയറക്ട് സെയിൽസിലാണ് പോകത്തുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. 1-2 പേര് ആരെങ്കിലും റിസൾട്ട് പറയാൻ പറ്റുന്ന, അതായത് നമ്മളുടെ ഈ സ്റ്റെം സെല്ലിനെ കുറിച്ചാണ് ഇന്ന് പറഞ്ഞത്. സ്റ്റെം സെൽസ് എങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഈ റിപ്പയർ എല്ലാം ചെയ്യുന്നു എന്നാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോ നമ്മുടെ സെഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ഹെർബലൈഫ് ന്യൂട്രീഷൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ട് നല്ല ഹെൽത്ത് റിസൾട്ട്സ് എടുക്കാം. വെയിറ്റ് ലോസിന്റെ ഒപ്പം തന്നെ ഹെൽത്ത് റിസൾട്ട്സ് എടുത്ത് 1-2 പേര് റിസൾട്ട് പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മ്യൂട്ട് ഒന്ന് ഓണാക്കി കൊടുക്കണേ മാം. മ്യൂട്ട് ഓൺ ആണോ? ഓക്കെ, പറഞ്ഞോളൂ. ആരൊക്കെയോ ഓൺ ചെയ്യുന്നുണ്ട്?
മ്യൂട്ട് ഒന്ന് എടുത്തു കൊടുക്കണേ മാം. മ്യൂട്ട് ഓൺ ആക്കാൻ പറ്റുന്നില്ലേ? ഇല്ല. മ്യൂട്ട് ഓൺ ആക്കാൻ പറ്റുന്നില്ല മാം. ഒന്ന് സംസാരിക്കാനായിട്ടൊന്ന്. ഓക്കെ. ഗുഡ് മോർണിംഗ് സാർ, പറഞ്ഞോളൂ. ജെയിംസ്. ഓക്കെ സാർ. വാഴൂർ ഹെൽത്ത് ക്ലബിൽ നിന്നാണ് സംസാരിക്കുന്നത്. എനിക്ക് 67 വയസ്സ്. ഞാൻ 1.5 വർഷം ഇതിനകത്ത് ചേർന്നിട്ട് ഇന്ന് കിട്ടിയ ഇൻഫർമേഷൻ വളരെ ബേസിക്കലി ഒത്തിരി ക്ലിയർ ആയിട്ട് ഒരു നല്ല റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ടു എൻഡ്, അതായത് നമ്മൾ കഴിക്കുന്ന ഒരു വസ്തുവില് എന്നാണെന്ന് അറിയാനായിട്ട് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു അറിവ് ഇന്നാണ് ബേസിക്കലി കിട്ടിയത്. കാരണം എങ്ങനെയാണ് ഒരു ഫുഡ്, നമ്മുടെ പ്രൊഡക്ഷൻ എങ്ങനെയാണ്, ഇപ്പൊ അമ്മ തരുന്ന ഒരു ഫുഡാണ് നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല, അങ്ങനെ ഫുഡ്. പക്ഷെ ഇന്ന് മലയാളികളോ അല്ലെ മറ്റുള്ളവരോ സംശയിച്ചിട്ട് ഈ റിസർച്ച് മുഴുവൻ ചെയ്ത് കണ്ടതിന് ശേഷമാണ് എല്ലാവരുടെയും താല്പര്യം ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഈ തെറാപ്പിക് ആയിട്ടുള്ള കാര്യങ്ങളും റിസർച്ച് ആയിട്ടുള്ള കാര്യങ്ങളും അതിന്റെ കൺസ്ട്രക്ഷനും പ്രൊഡക്ഷനും അതിന്റെ ബാക്കി സ്റ്റോറിങ്ങും ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഇത്രയും ക്ലിയർ ആയിട്ട് ആദ്യമാണ് ഞാൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ഇത് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു, വണ്ടർഫുൾ ആയിരുന്നു. കാരണം നമ്മുടെ സംശയങ്ങൾ മാറ്റി നമുക്ക് കൃത്യമായിട്ടൊരു വൈ അനാലിസിസിലാണ് മാഡം ഇത് തന്നെന്നുള്ളത് വളരെ അപ്രീഷിയേറ്റിംഗ് ആണ്. ഞങ്ങൾക്ക് ഇത്രയും ഇൻഫർമേഷൻ അല്ല, ഇനിയും ഇതുപോലുള്ള ഡൗട്ട്സുകൾ മാറാനും ഇതുപോലുള്ള ക്ലാസ്സുകൾ ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും സംശയങ്ങൾ തീർത്തിട്ട് വളരെ കൺഫർമേറ്റീവ് ആയിട്ട് വളരെ ഫെയമായിട്ട് നല്ല ഉറപ്പോടു കൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകാനും ഫുഡിൻ്റെതായിട്ടുള്ള എല്ലാ അറിവുകളും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രയോജനം. വണ്ടർഫുൾ ആയിരുന്നു, നല്ല എഫക്റ്റീവ് ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യും. താങ്ക് യു സോ മച്ച്. Thank you, sir. Thank you very much. Of course. Okay, thank you. Thank you, sir. Thank you very much. Thank you, James, sir. അപ്പൊ എല്ലാവരുടെയും ഇതുപോലെയുള്ള പ്രോത്സാഹനവും സപ്പോർട്ടും തന്നെയാണ് നമ്മളെയും മുന്നോട്ട് നയിക്കുന്നത്, അല്ലെ? ഇപ്പൊ നമ്മളെല്ലാവരും ഓരോരുത്തരും ഇതുപോലെ വളരെ ഡൗട്ടോടെയാണ് നമ്മൾ പ്രോഡക്റ്റിനെയും പ്രോഗ്രാമിനെയും ഒക്കെ വളരെ ഡൗട്ടോടെയാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ എല്ലാവരും പ്രോഡക്റ്റിനെയാണ് ഡൗട്ട് ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം ദൂരീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ സിസ്റ്റം നമുക്ക് വേണ്ടി, നമ്മുടെ ലീഡേഴ്സ് നമുക്ക് വേണ്ടി അഹോരാത്രം, അല്ലെ, എവിടെയൊക്കെയാണ് ട്രെയിനിങ്ങിനും അതുപോലെയുള്ള സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ട്രെയിനിങ്ങിനും എഡ്യൂക്കേഷൻ സെഷനും ഒക്കെ അറ്റൻഡ് ചെയ്ത് നമ്മൾക്ക് വേണ്ടിയിട്ട് ഓരോ കോച്ചസും കഷ്ടപ്പെട്ടാണ് ഇതിനകത്ത്, അല്ലെങ്കിൽ അവരുടെ ഒരു കഷ്ടപ്പാടിന്റെ ആംപ്ലിറ്റ്യൂഡ് മനസ്സിലാക്കാൻ നമ്മളും ആ ഒരു പൊസിഷനിൽ എത്തുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോ നെക്സ്റ്റ് ആരെങ്കിലും? താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. നെക്സ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് റിസൾട്ട് ഷെയർ ചെയ്യാൻ. സാറ് റിസൾട്ട് പറഞ്ഞില്ലായിരുന്നു കേട്ടോ ജെയിംസ് സാറ്, പേഴ്സണൽ റിസൾട്ട്. ഹലോ. സാർ ഒരു മിനിറ്റ് സാറ്, ജെയിംസ് സാർ എന്ന് പറഞ്ഞു. ഞാൻ എന്റെ റിസൾട്ട് എനിക്ക് ഒരു 22 kg വെയിറ്റ് റിഡക്ഷൻ കിട്ടി. സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന എന്റെ പ്രോബ്ലം കംപ്ലീറ്റ് മാറ്റി ഞാൻ സ്ലീപ്പ് അപ്നിയയിൽ രക്ഷപ്പെട്ടു. അതൊരു ഓപ്പറേഷനോ തെറാപ്പിയോ ഒന്നും ചെയ്യാതെ നമ്മുടെ ഫുഡ് ഫോളോ ചെയ്തപ്പോഴാണ് മെഡിക്കലി എന്നെ അഡ്വൈസ് ചെയ്ത് എനിക്ക് ഒരു ഓപ്പറേഷൻ പോലും അവർ സജസ്റ്റ് ചെയ്യാതിരുന്നിട്ട് എനിക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് ഇന്ന് സ്ലീപ്പ് അപ്നിയ കംപ്ലീറ്റ്ലി മാറി, വേരിക്കോസ് മാറി, ലിംഫ് നോഡ്സ് മാറി, ഹെർണിയ മാറി. ഇത് ഇങ്ങനെ നിരവധി രോഗങ്ങൾ മാറി. എന്റെ കംപ്ലീറ്റ് ബോഡി സ്ട്രക്ചർ വളരെ നല്ലതാണെന്നുള്ള ലാബ് റിപ്പോർട്ട് എനിക്ക് നല്ല പ്രൂഫ് തന്നിരിക്കുന്നു. പ്ലസ് ഐ ആം ഫീലിംഗ് ഓൾ റൈറ്റ് കംപ്ലീറ്റ്ലി. താങ്ക് യു സോ മച്ച്. എക്സലന്റ് റിസൾട്ട് ആണ് സർ, താങ്ക് യു വെരി മച്ച്. വളരെ എക്സലന്റ് റിസൾട്ട് ആണ്. അപ്പൊ ഇതുപോലെ താങ്ക് യു ഫോർ ഷെയറിംഗ്. അടുത്ത ആരും ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു? ഓക്കെ, പറഞ്ഞോളൂ സർ. ഹലോ പറഞ്ഞോളൂ സർ. ഞാൻ എരുമപ്പള്ളി സ്ഥലത്തുനിന്ന് പറഞ്ഞോളൂ സർ. എന്റെ പേര് മുഹമ്മദ് അലി. ഓക്കെ. എന്റെ പേര് മുഹമ്മദ് അലി. ഞാൻ ഇതില് ഇൻക്ലൂഡിങ് ആയിപ്പോ 6 ആഴ്ച ആയിട്ടുള്ളൂ. ഓക്കെ. എന്റെ മെയിൻ പ്രശ്നം എന്താ വീക്കിംഗ് ആയിരുന്നു. സാർ എന്ന് പറയുമ്പോ ക്ലിയർ ആയില്ല എനിക്ക്. എന്റെ വയസ്സ് പ്രായം 70. ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത്. അതിന്റെ കമ്പനികളൊക്കെ ഉണ്ടാവും. നോ പ്രോബ്ലം സർ. ഓക്കെ പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. അപ്പോ ഞാനിപ്പോ 1.5 മാസമായി തുടങ്ങിയിട്ടേ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ബ്രീത്തിങ് ആയിരുന്നു.
ഓക്കെ. ബ്രീത്തിങ് പ്രോബ്ലം ഓക്കെ. അപ്പൊ ഇപ്പം പറയാനായിട്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതാണ് ബോഡി നമ്മളെ പെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി കൊണ്ടിരിക്കുന്നു. സ്റ്റെപ്പ് കയറാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഓടി കയറാം, ഓടി ഇറങ്ങാം. അങ്ങനെ ഒരു ഞാൻ പിന്നെ വർക്ക് ചെയ്തിരുന്നു നേരത്തെ. ആംബേനെ ഇതിൽ വർക്ക് ചെയ്തിരുന്നു. അത് പിന്നെ വിട്ടു. ഞാൻ ഗൾഫിലൊക്കെ പോയി. അങ്ങനെ ഇതിനെപ്പറ്റി ഇത് ചെയ്തില്ല. അപ്പൊ നമ്മൾ ഇതിൽ വന്നിട്ട് എനിക്ക് വളരെയധികം ഗുണമാണ് ഉള്ളത്. ഓക്കെ സാർ. അപ്പോ 6 വീക്സ് അല്ലെങ്കിൽ 1.5 മാസം കൊണ്ട് സാറ് അറ്റൈൻ ചെയ്ത റിസൾട്ടിനെ കുറിച്ചാണ് സാർ പറഞ്ഞത്. അതായത് ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അത് സോൾവ് ആയി എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ സ്റ്റെപ്പ് കൂടി കയറാനായിട്ട്. സാറിന്റെ ഏജ് ഒന്ന് പറഞ്ഞില്ല, ഏജ് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ാണ് നോ പ്രോബ്ലം. എന്തായാലും ഗുഡ് മോർണിംഗ് മാഡം. ഓക്കെ താങ്ക് യു സാർ. താങ്ക് യു മാഡം. പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. സാർ പറഞ്ഞു മാഡം. പറഞ്ഞോളൂ. രവീന്ദ്രൻ, വയസ്സ് 63. ഓക്കെ. നെറ്റ് ഇഷ്യൂസ് ആണെന്ന് തോന്നുന്നു, സ്റ്റക്ക് ആയിപ്പോയി. മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം, പറഞ്ഞോളൂ. എന്റെ പേര് ചൗധരി. ഓക്കെ മാം, പറഞ്ഞോളൂ. വയസ്സ് 57. യെസ്, പറഞ്ഞോളൂ മാം. ഞാൻ വയറ്റിൽ നിന്ന് കണക്റ്റായിരിക്കുന്നു. ഞാൻ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എനിക്ക് 20 വർഷമായിട്ടുള്ള നടുവേദന ഉണ്ടായിരുന്നു. 8 വർഷം മുൻപാണ് അത് ഡിസ്ക് കംപ്ലൈന്റ് ആണെന്ന് കണ്ടുപിടിച്ചു. അതിന്റെ കൂടെ അസിഡിറ്റി ഉണ്ടായിരുന്നു, കോൺസ്റ്റിപ്പേഷൻ, തൈറോയിഡ് ഇതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഉറക്കം മതിയാവില്ല, മരുന്നുകൾ കഴിക്കേണ്ട ഭാഗമായിട്ട് ക്ഷീണമായിരുന്നു, ഫുൾ ഡേ ക്ഷീണം തന്നെയായിരുന്നു. സർജറി 4 ഓപ്പറേഷനെ കണ്ട് സർജറി പറഞ്ഞതാണ് ഡിസ്ക്. ഫുഡ് സ്റ്റാർട്ട് ചെയ്ത് 1.5 മാസം കൊണ്ട് എന്റെ വെയിറ്റ് ഫാറ്റ് ഐഡിയിലേക്കിന്റെ ഭാഗമായിട്ട് എനിക്ക് സർജറി ഒഴിവായി, അസിഡിറ്റി ഒഴിവായി, തൈറോയിഡ് എല്ലാ അസുഖങ്ങളും മാറി. ഞാൻ ഇപ്പൊ ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കും. എക്സലന്റ് റിസൾട്ട് ആണ് ചൗധരി മാം. അപ്പൊ മാം ഇപ്പൊ പറഞ്ഞിരിക്കുന്ന റിസൾട്ട്സ് എല്ലാം അല്ലെ. അപ്പൊ ഈ പറയുന്ന ഇപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റെം സെൽസിന്റെ റിപ്പയർ നമ്മൾ ഒന്നും ചെയ്തില്ല. നമ്മൾ ആ സ്റ്റെം സെൽസിനെ ഒന്ന് ആക്റ്റീവ് ആക്കി കൊടുത്തു. അവർക്ക് വേണ്ട കോച്ച് തെറ്റായ ഭക്ഷണ രീതി മാറ്റി കറക്റ്റ് ആയിട്ടുള്ള രീതിയിലോട്ട് തന്നെ ചേഞ്ച് ചെയ്തു. ഡീപ്പ് സ്ലീപ്പ് കിട്ടി, അലാറം അടിക്കുന്നതിന് മുൻപ് എനിക്ക് എഴുന്നേക്കാൻ പറ്റി. വെരി ഗുഡ്. ഹാപ്പി ആയി കണ്ടിന്യൂ ചെയ്തതാണ്. ഇപ്പൊ 2 വർഷമായിട്ട് ഞാനിത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ചെറിയൊരു നെറ്റ് ഇഷ്യൂ. ഓക്കെ മാം. ഓക്കെ താങ്ക് യു മാം. താങ്ക് യു. റിസൾട്ട് ആണെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പോ നമ്മളുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന അപ്പൊ താങ്ക് യു മാം, താങ്ക് യു ചൗധരി മാം. അപ്പൊ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോരുത്തരും നമ്മൾക്കറിയാം നമ്മൾ എങ്ങനെയാണ് ഹെൽത്ത് റിസൾട്ട് എടുക്കുന്നത് അല്ലേ. പക്ഷെ പുറത്ത് നിൽക്കുന്ന ഒരാള് ഇപ്പൊ നമ്മൾ നല്ല ഉറക്കം കിട്ടിയെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവര് വിചാരിക്കും ഇതിനകത്ത് ഉറക്കഗുളിക പിടിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉറക്കഗുളിക പിടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് കൃത്യമായിട്ട് അലാറം ഇല്ലാതെ എങ്ങനെയാണ് ഒരു വ്യക്തി എഴുന്നേക്കുന്നത് അല്ലേ. അപ്പൊ ആഫ്രഷ് കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അലേർട്ട്നെസ് കിട്ടും. അപ്പൊ ചിലർ പറയും ഇതിനകത്ത് ഉത്തേജകങ്ങൾ ഉണ്ടെന്ന് പറയും അല്ലെ. സ്പോർട്സ് താരങ്ങളൊക്കെ അടിക്കുന്ന ഉത്തേജകം അടിച്ചു വെച്ചിട്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമുക്ക് ഇതൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾക്ക് അനുഭവിച്ച ആൾക്കാർക്ക് മാത്രമേ, അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് കിട്ടിയ ആൾക്കാർക്ക് മാത്രമേ ചിരിച്ചുകൊണ്ട് അവരെ നമുക്ക് നേരിടാനേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ എന്താണ് സാറ് പറഞ്ഞു, സാറ് സ്റ്റെപ്പ് കയറി ഇറങ്ങും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോ അതുപോലെ തന്നെ എന്താണ് റെസ്പിറേറ്ററി പ്രോബ്ലംസ് അത് സോൾവ് ആയി എന്ന് പറഞ്ഞു. അപ്പൊ പുറമേ നിൽക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഫുഡിനെ കുറിച്ച് അറിയാത്തൊരു വ്യക്തി, ഫുഡ് കഴിച്ചതുകൊണ്ടും ആയില്ല, ഫുഡിനെ കുറിച്ച് അറിയാത്തൊരു വ്യക്തി തീർച്ചയായിട്ടും ചിലപ്പോൾ ഈ റിസൾട്ട് കിട്ടിയാൽ പോലും ചിലപ്പോൾ അവർ ഭയപ്പെടും. അപ്പൊ അവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ട് ഇതിനകത്ത് എന്തോ ആന്റി ഡിപ്രഷൻസ് ഉണ്ട്, ഡിപ്രഷൻ ഉള്ള ആൾക്കാർക്ക് പറ്റിയ ആന്റി ഡിപ്രഷൻസ്, ഷുഗർ കുറയ്ക്കാൻ പറ്റിയ എന്തോ ഷുഗറിന്റെ ഗുളിക പൊടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള കൊളസ്ട്രോളിന്റെ ഗുളിക പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ പുറത്തെ വീഡിയോസ് ഒക്കെ ഇറങ്ങിയപ്പോ അതിനകത്തേക്ക് ഇങ്ങനെയൊക്കെയാണ് ക്ലെയിംസ് അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ്, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ
അതിനപ്പുറം എനിക്ക് വേറെ പറയാൻ അറിയാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ബിക്കോസ് എന്താണ് നമ്മള് ചന്ദ്രൻ നിലാവ് രാത്രി ഉദിക്കുമ്പോ ഇല്ലേ, നിലാവ് ഉദിച്ചു നിൽക്കുമ്പോ ചിലർ അത് കണ്ട് ആസ്വദിക്കും ഇല്ലേ. മിക്കവാറും എല്ലാ മനുഷ്യരും കവികളും കവിഹൃദയങ്ങളും സോഫ്റ്റ് ആയിട്ടുള്ള ഹൃദയമുള്ള ആൾക്കാരും അതൊക്കെ കണ്ടിട്ട് ആസ്വദിക്കും. ചന്ദ്രനെയും ചന്ദ്രക്കലയും ചന്ദ്രകുംഭവും ഒക്കെ കണ്ടിട്ട് ആസ്വദിക്കും. അപ്പൊ വേറൊരു കൂട്ടരുണ്ട്, രാത്രി കുറുക്കന്മാരെ പോലെയും വടിയെ പോലെ ഓരിയിടും ഇത് കണ്ടിട്ട്. എന്താണെന്നറിയില്ല, ഭയമാണ്. അപ്പൊ അങ്ങോട്ട് ഓരിയിടും, നിന്നിട്ട് ഒരു കാര്യമില്ലാണ്ട് ഓരിയിടും. അപ്പൊ ഓരിയിട്ടിട്ട് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് പോകും. അപ്പൊ എന്താ പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളായാലും നമ്മൾ പറയും നമ്മുടെ ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സിനെ കുറിച്ച് കുറെ നെഗറ്റീവ്സ് വന്നപ്പോഴേക്കും ഈ കോച്ചസും മെയിൻ സീനിയർ കോച്ചസും സിസ്റ്റവും അല്ലെങ്കിൽ കമ്പനിയും ഒന്നും അനങ്ങുന്നില്ല, ഒന്നും ചെയ്തില്ല, അല്ലെങ്കിൽ അവരൊന്നും വിരലെനിക്കില്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഈ പറയുന്ന ഈ സ്ഥിരമായിട്ട് ഈ ഓരിയിടൽ കേൾക്കുന്ന അല്ലെങ്കിൽ ഈ സ്ഥിരമായിട്ട് ഒച്ചയും ബഹളവും കേൾക്കുന്ന ആൾക്കാർക്ക് അതൊരു ഓരിയിടലായിട്ടോ അല്ലെങ്കിൽ ഒച്ചയായിട്ടോ ബഹളമായിട്ടോ തോന്നില്ല. അവിടെ ഉണ്ട്, അതിനിടക്കൂടെയാണ് നമ്മൾ കടന്നുറങ്ങുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ മെയ് വെക്കേഷനിലെ മെയില് ഞാനും എന്റെ മകളും കൂടെ എന്റെ വീട്ടിലേക്ക് ചെന്നപ്പോ, കാര്യം എന്റെ വീടാണ്, അവിടെ ചെന്നപ്പോ പുറത്ത് ഈ മഴക്കാലം തുടങ്ങാറായി. അപ്പൊ മഴ സീസൺ അങ്ങ് തുടങ്ങിയപ്പോഴേക്കും പുറത്ത് ഭയങ്കര തവള കരയുന്ന ശബ്ദം. അപ്പൊ ഞങ്ങൾക്ക് ആ ഫസ്റ്റ് ഡേ 2 പേർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ അത്ര ബഹളം. അപ്പൊ ഞങ്ങൾ ഒരു മുറിയിൽ നിന്ന് വേറെ മുറി പോയി കിടക്കുന്നു, എന്നിട്ടൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല. 2 ദിവസം കഴിഞ്ഞപ്പോ എന്റെ ബ്രദറും വൈഫും കുട്ടിയും വൈഫിന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നു. അവരും വെക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഉറങ്ങാൻ പറ്റിയില്ല, ഭയങ്കര ബഹളായിരുന്നു ഇവിടെ, ഈ തവളകള് ഭയങ്കര കരച്ചിലായിരുന്നു, ഭയങ്കര ബഹളായിരുന്നു. അപ്പൊ അവർ പറഞ്ഞു അങ്ങനെയൊന്നുമില്ലല്ലോ, ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ബിക്കോസ് അവരെല്ലാ ദിവസവും അത് കേൾക്കുന്നതുകൊണ്ട് അവർക്കത് ബുദ്ധിമുട്ടില്ല. അപ്പൊ അമ്മയും പറഞ്ഞു അതൊന്നുമില്ല, അതൊക്കെ ഞങ്ങൾ അവർക്ക് തോന്നുന്നില്ല പുറത്തുള്ള ഈ പോക്രം തവളകളുടെ ശബ്ദം. അപ്പൊ അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോഴും ഞങ്ങൾ ഉറങ്ങി തുടങ്ങിയ സ്വാഭാവികം. ബിക്കോസ് ഇതിന്റെ ഈ സൗണ്ട് നമ്മൾക്ക് കേൾക്കുന്നില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റത്തിലും. നമ്മൾ പുറത്തു നിന്നുള്ള ഈ നെഗറ്റീവ്സും അലർച്ചയും ഒച്ചയും ബഹളവും ഒക്കെ ഈ പറഞ്ഞ പോലെ തന്നെ കുറെ നാൾ കഴിയുമ്പോൾ നമ്മൾക്കത് ഫീഡ് ചെയ്യത്തില്ല തലയിലേക്ക്. ബിക്കോസ് നമ്മൾക്ക് ഇതിന്റെ അകത്ത് വന്നിരിക്കുന്ന ആൾക്കാർ ഇതിന്റെ സൗന്ദര്യമാണ് കാണുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ബെനിഫിറ്റ്സ്, ഹെൽത്ത് ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ നമ്മളുടെ ഹെൽത്ത് നമ്മൾക്ക് തിരിച്ചു പിടിച്ചത്, നമ്മുടെ ഹെൽത്തും യൗവനവും ആരോഗ്യമൊക്കെ തിരിച്ചു പിടിച്ചു തന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു കമ്പനി അല്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സ്, നമ്മുടെ കോച്ചസ്, അവരെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇത്രയെല്ലാം പറഞ്ഞുകൊണ്ട് എന്റെ കോച്ചസിനും ഒരിക്കൽ കൂടി എന്റെ കോച്ചസിനും സിസ്റ്റം ലീഡേഴ്സിനും രാജ്കുമാർ സാർ ആൻഡ് കവിത മാഡം എസ്പെഷ്യലി, അതുപോലെ തന്നെ എന്നെ ഇന്ന് കേൾക്കാൻ ക്ഷമ കാണിച്ചിരുന്ന നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അല്ലെ, വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഹെൽത്ത്, വെൽത്ത് ആൻഡ്